فلينظر الإنسان مما خلق من ماء دافق يخرج من بين الصلب والترائب إنه على رجعه لقادر يوم تبلى السرائر فما له من قوة ولا ناصر والسماء ذات الرجع والأرض ذات الصدع إنه لقول فصل وما هو بالهزل إنهم يكيدون كيدا وأكيد كيدا. ഇത് 21-ാം നൂറ്റാണ്ട്. വൈജ്ഞാനിക വിസ്ഫോടനത്തിന്റെയും ശാസ്ത്ര സാങ്കേതിക മികവിന്റെയും തികവിന്റെയും കാലഘട്ടം. കിതച്ചോടുന്ന കാളവണ്ടികളിൽ നിന്ന് കുതിച്ചുപായുന്ന ബുള്ളറ്റ് ട്രെയിനുകളും സൂപ്പർസോണിക് ജെറ്റുകളും വരെ, മുറിവൈദ്യന്റെ മരണമുറികളിൽ നിന്ന് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ വരെ, കല്ലുകളും എഴുത്തോലകളും ആശയവിനിമയത്തിനുപയോഗിച്ച പൗരാണിക കാലങ്ങളിൽ നിന്ന് ഓൺലൈൻ എഴുത്തിന്റെയും വിർച്വൽ കാഴ്ചകളുടെയും അത്ഭുത ലോകത്തേക്ക്, ചൊവ്വാദോഷവും ശനിദശയും പേടിച്ചു കഴിഞ്ഞ അന്ധവിശ്വാസികളിൽ നിന്ന് ചൊവ്വയും ശനിയും തൊട്ടറിഞ്ഞ പ്രപഞ്ചത്തിന്റെ അതിരു തേടുന്ന ആധുനിക മനുഷ്യനിലേക്ക്, അബാക്കസും കാൽക്കുലേറ്ററും കമ്പ്യൂട്ടറും കടന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ റൊബോട്ടിക് യുഗത്തിലേക്ക് നാം വളർന്നു വലുതായത് എത്ര വേഗത്തിലായിരുന്നു. അമ്പിളിമാമനെ പിടിച്ചുതരാൻ ആവശ്യപ്പെട്ട് കരഞ്ഞിരുന്ന കുഞ്ഞിൽ നിന്നും, അതിനെ കൗതുകത്തോടെ നോക്കിയിരുന്ന പൂർവികരിൽ നിന്നും, ചന്ദ്രനിൽ ജീവന്റെ തുടിപ്പന്വേഷിച്ചുള്ള നമ്മുടെ കുതിപ്പ് എന്തതിശയകരമാണ്. കോശങ്ങളെക്കാൾ ചെറുതായി ഒന്നുമില്ലെന്ന അജ്ഞതയിൽ നിന്ന് ആറ്റത്തെപ്പോലും വിഘടിപ്പിച്ച് ഊർജ്ജവിപ്ലവം സാധ്യമാക്കിയ നമ്മുടെ ബുദ്ധിശക്തി എത്ര അപാരമാണ്. കൊടുമുടികളും ആകാശഗോളങ്ങളും കടന്നുള്ള ഈ പ്രയാണത്തിനിടെ പിന്നിട്ട വഴികളിലേക്കുള്ള ഒരു തിരിഞ്ഞുനോട്ടം അനിവാര്യമല്ലേ? ആധുനിക ശാസ്ത്രത്തിന്റെ അടിസ്ഥാന ശിലകൾ തേടുമ്പോൾ നാം ചെന്നെത്തുന്നത് എവിടെയാണ്? ഗുട്ടൻബർഗിന് മുൻപ് ആർക്കിമിഡീസ് വരെ അന്ധകാരത്തിന്റെ യുഗങ്ങളാണെന്നാണ് നാം പഠിപ്പിക്കപ്പെട്ടത്. എന്നാൽ AD 2-ാം നൂറ്റാണ്ടിലെ ഒറ്റപ്പെട്ട ശാസ്ത്രചിന്തകൾ AD 15-ാം നൂറ്റാണ്ടിൽ സാങ്കേതിക വിഭവങ്ങളായി യൂറോപ്പിലെത്തിയത് എങ്ങനെയാണ്? ഈ യുഗങ്ങൾ തീർത്തും അന്ധകാരത്തിൻ്റെതായിരുന്നു. അഗ്നി ആരാധകരായ പേർഷ്യൻ സാമ്രാജ്യവും മിത്ര ക്രൈസ്തവ സംയുക്ത ദർശനങ്ങളുടെ വക്താക്കളായ റോമൻ സാമ്രാജ്യവും തമ്മിലുള്ള നിലയ്ക്കാത്ത യുദ്ധങ്ങൾ. ദൈവിക അധ്യാപനങ്ങളോട് ധിക്കാരപരമായ സമീപനം സ്വീകരിച്ചുകൊണ്ടിരുന്ന കടുത്ത വംശീയതയുടെ വക്താക്കളായ ജൂതന്മാരുടെ കോളനികൾ പടിഞ്ഞാറൻ ഏഷ്യയിലും വടക്കേ ആഫ്രിക്കയിലും ചിതറിക്കിടക്കുന്നു. കിഴക്ക് ഒരു കാലത്ത് സമൃദ്ധമായിരുന്ന ഇന്ത്യൻ ചൈനീസ് സംസ്കാരങ്ങൾ തകർച്ചയോടടുക്കുന്നു. ഗണിതശാസ്ത്രത്തിലും ഗോളശാസ്ത്രത്തിലുമെല്ലാം ഗണ്യമായ സംഭാവനകൾ നൽകിയിരുന്ന ഇന്ത്യയിലിപ്പോൾ വർണ്ണവെറിയും ജാതിഭ്രാന്തും സതീസമ്പ്രദായവും ദേവദാസി സമർപ്പണവും അന്ധവിശ്വാസങ്ങളും അരങ്ങു തകർക്കുകയാണ്. കൺഫ്യൂഷൻ ദർശനങ്ങൾ ചൈനീസ് ജനതയുടെ സകല ഗുണപരമായ ചിന്തകളെയും തച്ചുടച്ചിരിക്കുന്നു. സഹാറയ്ക്കു പുറത്തുള്ള ആഫ്രിക്കൻ ജനത സർവജീവത്വവാദത്തിൽ കഴിഞ്ഞ ജഡങ്ങളായിരുന്നു. റോമൻ സാമ്രാജ്യത്തിന്റെ ശേഷിപ്പുകൾ കൊള്ള ചെയ്യുന്നതിൽ വ്യാപൃതരായ ബൾഗാർ, അവാർ, ജർമ്മൻ, ഫ്രാങ്ക് തുടങ്ങിയ കാപാലികർ വാഴുന്ന യൂറോപ്പ്. ശേഷം സഭയുടെ സ്വേച്ഛാധിപത്യത്തിനു കീഴിൽ 1500കളിൽ പോലും ഇവിടെ ശാസ്ത്രം ശ്വാസം മുട്ടുകയായിരുന്നു. ദൈവത്തിന്റെ പേരിൽ തങ്ങൾ എഴുതിച്ചേർത്ത മതപുസ്തകത്തിലെ വെളിപാടുകൾ
തെറ്റാണെന്ന് ഗവേഷണങ്ങൾ സ്ഥാപിക്കുമെന്ന ഭയത്താൽ കോപ്പർനിക്കസും ഗലീലിയോയും ബ്രൂണോയുമടങ്ങുന്ന സമർത്ഥരായ ശാസ്ത്രജ്ഞരെ ഇൻക്വിസിഷൻ കോടതികളിൽ വിചാരണ ചെയ്തും പീഡിപ്പിച്ചും ചുട്ടുകൊന്നും പൗരോഹിത്യം വിജ്ഞാനത്തെ തല്ലിക്കെടുത്താൻ ശ്രമിക്കുന്നു. അറേബ്യ സാംസ്കാരിക ച്യുതിയുടെ കൂത്തരങ്ങാണ്. മദ്യത്തിൽ ആപാദചൂടം മുങ്ങിക്കിടക്കുന്ന സമൂഹം. മുന്തിരിവള്ളികൾക്കു താഴെ വീഞ്ഞിന്റെ സൗരഭ്യമേറ്റ് അന്ത്യവിശ്രമം കൊള്ളുന്നതിനെപ്പറ്റി അറബികൾ പാട്ടുപാടി. ഗോത്രാതിർത്തി ലംഘിച്ച് ഒട്ടകം പുല്ലു തിന്നതിന്റെ പേരിൽ വർഷങ്ങളോളം അവർ യുദ്ധം ചെയ്തു. കലഹങ്ങളും കൊലപാതകങ്ങളും സർവ്വസാധാരണമായിരുന്നു. ഗോത്രവഴക്കുകളില്ലാത്ത നാളുകൾ തുലോം വിരളമാണ്. പ്രവാചകൻ അബ്രഹാം പുനർനിർമ്മിച്ച ആരാധനാലയമായ കാബയിൽ പിൽക്കാലത്ത് സ്ഥാപിക്കപ്പെട്ട 300ഓളം വിഗ്രഹങ്ങളുടെ മുൻപിൽ അവർ തങ്ങളുടെ ആവശ്യങ്ങളും ആകുലതകളും സമർപ്പിച്ചു. പെൺകുഞ്ഞ് ജനിക്കുന്നത് അപമാനമായി കരുതി അവരെ ജീവനോടെ കുഴിച്ചുമൂടി. അക്കാലത്ത് ജീവിച്ചിരുന്ന പോപ്പ് ഗ്രിഗറി പറയുന്നതിങ്ങനെയാണ്: ഇപ്പോഴെന്താണുള്ളത്? ഈ ലോകത്ത് ഒരൽപ്പം സന്തോഷത്തിനായി ഞാൻ അന്വേഷിക്കുകയാണ്. എല്ലായിടത്തും പോരാട്ടങ്ങളും കലാപങ്ങളുമാണ്. പാടങ്ങൾ വിജനമായിരിക്കുന്നു. രാജ്യങ്ങൾ ഏകാന്ത മൂകതയിലാണ്. ശാസ്ത്ര സാംസ്കാരിക പുരോഗതിക്ക് കാര്യമായ സംഭാവനകളൊന്നും നൽകാത്ത മധ്യകാലഘട്ടമാണിത്. ലോകത്താകമാനം കനത്ത ഇരുട്ടു പരന്നിരിക്കുന്നു. എന്നാൽ നാഗരികത എത്തിനോക്കിയിട്ടുപോലുമില്ലാത്ത കാടന്മാരുടെ കൂടാരമായിരുന്ന അറേബ്യയിൽ അന്ധകാരം മായാൻ തുടങ്ങിയത് പൊടുന്നനെയായിരുന്നു. കെമിസ്ട്രിയുടെ പിതാവ് ജാബിർ ബിൻ ഹയാൻ, എക്സ്പെരിമെന്റൽ ഫിസിക്സിന്റെ പിതാവ് ഇബ്നു ഹൈസം, റോബോട്ടിക്സിന്റെ പിതാവ് അൽ ജസരി, സർജറിയുടെ പിതാവ് അബുൽ ഖാസിം അസഹറാവി, വൈദ്യശാസ്ത്രത്തിന്റെ പിതാവ് ഇബ്നു സീന, പീഡിയാട്രിക്സിന്റെ പിതാവ് മുഹമ്മദ് ബിൻ സക്കരിയ റാസി, പ്രകാശശാസ്ത്രത്തിന്റെ പിതാവ് ഇബ്നുൽ ഹൈസം, ആൽജിബ്രയുടെ പിതാവ് മുഹമ്മദ് ബിൻ മൂസ അൽ ഹവാരിസ്മി, എൻക്രിപ്ഷന്റെ പിതാവ് അൽ ഖ്യുന്തി, ജിയോഡസിയുടെ പിതാവ് അൽ ബൈറൂണി തുടങ്ങിയ വ്യോമയാനത്തിലെ അഗ്രഗാമികളും ജ്യോതിശാസ്ത്രത്തിലെ ശ്രദ്ധേയമായ കണ്ടുപിടുത്തങ്ങൾക്ക് വഴിയൊരുക്കിയവരുമെല്ലാം അറബികളായിരുന്നു. ആദ്യത്തെ യഥാർത്ഥ ശാസ്ത്രജ്ഞൻ എന്നറിയപ്പെടുന്നതുപോലും മധ്യകാലഘട്ടത്തിൽ ജീവിച്ച ഇബ്നുൽ ഹൈത്തം എന്ന അറബ് ശാസ്ത്രജ്ഞനാണ്. യൂറോപ്പിന് ശാസ്ത്രം സംഭാവന ചെയ്തത് അറബികളായിരുന്നു. അന്ന് യൂറോപ്പ് ജീർണാവസ്ഥയിലായിരുന്നു. ഇന്ത്യയും ഈ വർണ്ണാശ്രമധർമ്മങ്ങളും ജാതി വിഭാഗങ്ങളും കാരണം ജീർണിച്ചു പോയിരുന്നു. ചൈനയിലെ പഴയ ചക്രവർത്തിമാരുടെ കാലം കഴിഞ്ഞതിന് ശേഷം ചൈനയിലും ഏതാണ്ട് സാംസ്കാരികമായ ഒരു അപചയം സംഭവിച്ചിരുന്നു. അങ്ങനെ പടിഞ്ഞാറും കിഴക്കുമുള്ള പ്രദേശങ്ങളിൽ പഴയ പുരാതനമായ സംസ്കാരത്തിൻ്റെ പൈതൃകം മങ്ങിക്കിടന്ന ഒരു കാലഘട്ടത്തിലാണ് അറേബ്യക്കാർ, പുതുതായിട്ട് അറേബ്യയിലെ ആളുകൾ, അവർക്കതുവരെ ഉണ്ടായിരുന്നില്ല, ആ രംഗത്തേക്ക് വരികയും ഈ രണ്ട് ഭാഗത്തു നിന്നുള്ള സംസ്കാരങ്ങളുടെ പ്രചോദനം ഉൾക്കൊണ്ട് അവയെ സമന്വയിക്കാനുള്ള നേതൃത്വം കൈക്കലാക്കുകയും ചെയ്യുന്നത്. ഊഷരഭൂമിയിൽ ഊഷരഹൃദയവുമായി ജീവിച്ച അറബ് ജനതയിൽ തന്നെയാണ് ആൾജിബ്രയും അൽഗോരിതവും ആൽക്കെമിയുമെല്ലാം ഗവേഷണം ചെയ്ത് നിർമ്മിച്ചെടുത്ത് ആധുനിക ശാസ്ത്രത്തിന്റെ അടിസ്ഥാന ശിലകൾ പാകിയ ശാസ്ത്രപ്രതിഭകൾ ഉണ്ടായിത്തീർന്നതെന്നത് അത്ഭുതമല്ലേ? ആൾജിബ്രയില്ലാതെ ആധുനിക ഗണിതശാസ്ത്രവും ഭൗതികശാസ്ത്രവുമില്ല. അൽഗോരിതമില്ലാതെ ആധുനിക കമ്പ്യൂട്ടറുകളില്ല. ആൽക്കമിയില്ലാതെ ആധുനിക രസതന്ത്രവുമില്ല. ചരിത്രത്തിൽ മുൻ മാതൃകകളില്ലാത്ത ഈ സാംസ്കാരിക വിപ്ലവത്തിന്റെ വേരുകൾ തേടുമ്പോൾ നാം ചെന്നെത്തുക കാതങ്ങൾക്കപ്പുറം അറേബ്യൻ ഉപദ്വീപിലെ മണൽക്കാടുകളിൽ ഒരു വലിയ മനുഷ്യന്റെ മുൻപിലാണ്. ചരിത്രത്തിന്റെ ഗതി മാറ്റിയെഴുതിയ നിരക്ഷരനായ ആ മനുഷ്യൻ മുഹമ്മദ് എന്നറിയപ്പെടുന്നു. ചരിത്രത്തിന്റെ പൂർണ്ണ പ്രകാശത്തിലാണ് പ്രവാചകൻ ജീവിച്ചിരുന്നതെന്ന് പ്രമുഖ ചരിത്രകാരൻ ഫിലിപ്പ് ഹിറ്റി വിശദമാക്കുന്നു. മറ്റ് ദാർശനികരുടെ മേൽ ആരോപിക്കപ്പെട്ടതുപോലെ അനുയായികളോ ചരിത്രകാരന്മാരോ നിർമ്മിച്ചെടുത്ത
പൊലിപ്പിച്ച കഥകളല്ല അദ്ദേഹത്തെപ്പറ്റി എഴുതപ്പെട്ടവ. AD 570 അബ്ദുള്ള ആമിന ദമ്പതികളുടെ മകനായി മക്കയിലെ ഖുറൈശ് ഗോത്രത്തിലാണ് പ്രവാചകൻ ജനിച്ചത്. മാതാപിതാക്കളുടെ പെട്ടെന്നുള്ള വിയോഗത്താൽ തീർത്തും അനാഥനായ അദ്ദേഹം പിന്നീട് പിതാമഹൻ്റെയും പിതൃവ്യൻ്റെയും സംരക്ഷണത്തിൽ വളർന്നു. അദ്ദേഹം ചുറ്റുപാടുകളുടെ മാലിന്യത്തിൽ നിന്ന് അകന്ന് ജീവിച്ചു. മതപരമായ ചട്ടക്കൂടുകളില്ലെങ്കിൽ കൂടി തിന്മകളോട് അദ്ദേഹത്തിന് നീരസമായിരുന്നു. മക്കക്കാർ അൽ അമീൻ വിശ്വസ്തൻ എന്നും സാദിഖ് സത്യസന്ധൻ എന്നും അദ്ദേഹത്തെ പേര് വിളിച്ചു. 25-ാമത്തെ വയസ്സിൽ തന്നെക്കാൾ പ്രായം കൂടിയ ഖദീജ എന്ന വിധവയെ ജീവിത സഖിയാക്കി. والشعر أسود لونه والوجه حاكاه القمر والشعر أسود لونه. മക്കയിൽ ഇരുട്ടുകനത്ത പകലുകളും രാവുകളും കടന്നുപോയിക്കൊണ്ടേയിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രായം 40-നോടടുത്തു കാണും. ജനശ്രദ്ധയിൽ നിന്നകന്ന് മക്കയുടെ സമീപത്തുള്ള ഒരു കുന്നിൻ മുകളിലെ ഈ ഗുഹയിൽ അദ്ദേഹം ധ്യാനനിരതനായിരിക്കാൻ തുടങ്ങി. അങ്ങനെ ഹിറാ ഗുഹയിൽ ചെന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒറ്റയ്ക്കിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുകയും ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുകയും ചെയ്തിരുന്നൊരവസ്ഥയുണ്ടായിരുന്നു. ദീർഘകാലം അങ്ങനെ പ്രവാചകൻ പ്രാർത്ഥിച്ചു. തൻ്റെ പത്നിയായ ഖദീജ റളിയല്ലാഹു അൻഹ ഭക്ഷണ പദാർത്ഥങ്ങളുമായി കൊണ്ട് പ്രവാചകൻ്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥന മുഴുകി വീണ്ടും വീട്ടിലേക്ക് തിരിച്ചു വരും. അങ്ങനെ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കി വീണ്ടും ഖദീജ റളിയല്ലാഹു അൻഹ ഉണ്ടാക്കി കൊടുക്കും. ഇങ്ങനെ പ്രവാചകൻ ഏകനായിരിക്കുന്ന സന്ദർഭത്തിൽ രാത്രി സമയത്ത് ഒരാൾ വന്ന് തന്നെ കൂട്ടിപ്പിടിച്ച് ഇഖ്റ എന്ന് പറയുന്നു, വായിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നു. പ്രവാചകൻ ഭയചകിതനായി പ്രവാചകൻ പറഞ്ഞു, എനിക്ക് വായിക്കാൻ അറിയില്ല, മാ അന ബിഖാരി, ഞാൻ വായിക്കുന്ന ആളല്ല, ഞാൻ വായിക്കാൻ അറിയുന്ന ആളല്ല. പക്ഷേ വെന്ന ആ ശക്തി വീണ്ടും പറയുന്നു, നിങ്ങൾ വായിക്കണം ഇഖ്റ. രണ്ടാമത്തെ പ്രാവശ്യവും പ്രവാചകൻ അതേ തന്നെ ആദ്യം പറഞ്ഞ ആ വാചകം തന്നെ വീണ്ടും പറയുകയാണ്. മൂന്നാമത്തെ തവണ ഒന്നുകൂടി ആഞ്ഞു പിടിച്ച് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പ്രവാചകനോട് പറഞ്ഞു, നിങ്ങൾ വായിക്കണം. എന്താണ് വായിക്കേണ്ടത്? ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഇതും തുടങ്ങുന്ന സൂറത്തുൽ അലഖിലെ ആദ്യത്തെ 5 വചനങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള വഹി ദിവ്യബോധനമായി ഒന്നാമതായി അവതരിക്കുകയാണ്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രം الذي علم بالقلم علم الإنسان ما لم يعلم. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക. നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേന കൊണ്ട് പഠിപ്പിച്ചവൻ. മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു. വായിക്കുക. ലോകത്തെ തന്നെ സമൂലമായ മാറ്റങ്ങൾക്ക് വിധേയമാക്കിയ വിപ്ലവത്തിൻ്റെ പടധ്വനി ഇവിടെ ഈ ഗുഹാമുഖത്തു നിന്ന് ആരംഭിക്കുകയായി. സർവചരാചരങ്ങളെയും സൃഷ്ടിച്ച് വഴി നടത്തുന്ന സ്രഷ്ടാവിൽ നിന്നുള്ള സന്ദേശമാണ് തനിക്ക് ലഭിച്ചതെന്ന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചറിയുന്നു. ജീവിതത്തെക്കുറിച്ച് മാനവതയ്ക്ക് മാർഗദർശനം നൽകാൻ മനുഷ്യാരംഭം മുതൽ വിവിധ സമൂഹങ്ങളിലേക്ക് നിയുക്തരായ നോഹയും അബ്രഹാമും മോശയും യേശുവുമടങ്ങുന്ന പ്രവാചക ശൃംഖലയിലെ അന്തിമനാണ് താനെന്ന് അദ്ദേഹത്തിന് ബോധനം നൽകപ്പെട്ടു. മരണാനന്തരമുള്ള ശാശ്വത ജീവിതത്തിൻ്റെ വിജയത്തിലേക്ക് മാനവരാശിയെ ക്ഷണിക്കാൻ അദ്ദേഹം തീർച്ചയാക്കി. സഫാക്കുന്നിൻ്റെ മുകളിലേക്ക് മക്കയിലെ വിവിധ ഗോത്ര നേതാക്കളെ വിളിച്ചുകൂട്ടി തനിക്ക് ലഭിച്ച ദൈവിക ബോധനത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു. 100 ദൈവങ്ങളാൽ 100 കിടക്കുന്ന ആ സമൂഹത്തോട് സ്രഷ്ടാവായ ഏക ദൈവത്തെ മാത്രം ആരാധിക്കുകയെന്ന ആദർശത്തിൽ ഒന്നിക്കാൻ
അദ്ദേഹം ആഹ്വാനം ചെയ്തു. പ്രവാചകൻ്റെ കാലത്താണ് 7-ാം നൂറ്റാണ്ടിൻ്റെ, ക്രിസ്തു വർഷത്തിൻ്റെ കണക്കിൽ പറഞ്ഞാൽ 7-ാം നൂറ്റാണ്ടിൻ്റെ കാലത്താണ് അദ്ദേഹത്തിൻ്റെ ഉത്ബോധനങ്ങളുടെ വെളിച്ചത്തിൽ ഈ വിവിധ തമ്മിൽ യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന വിവിധ ഗോത്രങ്ങൾ ഏകീകരിക്കപ്പെടുകയും അറബി വംശജർ എന്നുള്ളതിനേക്കാളധികം ഒരേ വിശ്വാസത്തിൽ ഒന്നിച്ചു നിൽക്കുന്ന ആളുകൾ എന്നുള്ള ഒരു ദിശാബോധം അവർ സമ്പാദിക്കുകയും ഒക്കെ ചെയ്തു വരുന്നത്. ആദർശവുമായി നിരത്തിലിറങ്ങിയപ്പോൾ അനുയായി വൃന്ദം വർദ്ധിച്ചുകൊണ്ടിരുന്നു. സ്രഷ്ടാവിന് കീഴൊതുങ്ങിയവർ അഥവാ മുസ്ലിങ്ങൾ എന്നവർ സ്വയം വിശേഷിപ്പിച്ചു. പ്രവാചകന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ദിവ്യവചനങ്ങൾ ഖുർആൻ കല്ലിലും തോലുകളിലുമെല്ലാം രേഖപ്പെടുത്തി തുടങ്ങി. അറബ് സാഹിത്യത്തിൻ്റെ സുവർണ കാലഘട്ടമായിരുന്നിട്ടും സ്വന്തം പേരുപോലും എഴുതാൻ അറിയാത്ത പ്രവാചകൻ ഉരുവിടുന്ന വാചകങ്ങൾ അറബികളെ അതിശയിപ്പിച്ചു. സ്രഷ്ടാവിൻ്റെ പക്കൽ നിന്ന് അവതീർണമായതല്ല ഈ വചനങ്ങളെന്ന് വാദിക്കുന്നുവെങ്കിൽ തത്തുല്യമായവ കൊണ്ടുവരാൻ അറബ് സാഹിത്യ ലോകത്തെ ഖുർആൻ വെല്ലുവിളിച്ചു. എന്നാൽ തങ്ങളുടെ പാരമ്പര്യ വിശ്വാസത്തിനും സാമൂഹിക സംവിധാനത്തിനും സാമ്പത്തിക ക്രമത്തിനുമെല്ലാം അദ്ദേഹം ഭീഷണിയാണെന്ന് കണ്ട അവർ ശക്തമായി എതിർക്കുകയാണ് ചെയ്തത്. കല്ലെറിഞ്ഞും ഒട്ടകത്തിൻ്റെ കുടൽമാലകൾ കഴുത്തലിട്ടും ക്രൂരമായി മർദ്ദിച്ചും പ്രലോഭനങ്ങളും വാഗ്ദാനങ്ങളുമെല്ലാമായി പ്രവാചകനെ വരുതിയിലാക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. സഹചാരിയായ അബൂബക്കർ, റോമാക്കാരൻ സുഹൈബ്, അമ്മാറിൻ്റെ പിതാവ് യാസിർ, മാതാവ് സുമയ്യ, ഹബാബ്, അടിമയായ നീഗ്രോ വംശജൻ ബിലാൽ തുടങ്ങി നിരവധി അനുചരന്മാർ കിരാതമായ ആയുധമുറകൾക്ക് വിധേയരായി. ചിലർ വധിക്കപ്പെട്ടു. AD 619 പ്രവാചകൻ്റെ സ്നേഹനിധിയായ ഭാര്യയും സംരക്ഷണമേറ്റിരുന്ന പിതൃവ്യനും മരണപ്പെട്ടു. മക്കയുടെ നേതാവായിരുന്ന പിതൃവ്യൻ അബൂതാലിബിൻ്റെ സംരക്ഷണം നീങ്ങിയതോടെ അദ്ദേഹം ഏത് നിമിഷവും വധിക്കപ്പെടും എന്ന നിലയിലായി. സംരക്ഷണം അഭ്യർത്ഥിച്ച് മാതാവിൻ്റെ കുടുംബമുള്ള ത്വായിഫിലേക്ക് ചെന്ന് നോക്കിയെങ്കിലും ക്രൂരമായി അവഗണിക്കപ്പെട്ടു. AD 615 അനുയായികളിൽ ചിലരെ ക്രൈസ്തവ രാജ്യമായ അബിസീനിയയിലെ നേഗസ് രാജാവിൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ച് അദ്ദേഹം മക്കയിൽ തുടർന്നു. പീഡനം സഹിക്കവയ്യാതായ ഘട്ടത്തിലാണ് മക്കയുടെ വടക്ക് ഭാഗത്ത് യസ്രിബ് എന്ന പട്ടണത്തിൽ ഒരു അഭയാർത്ഥി കേന്ദ്രം അദ്ദേഹത്തിനും അനുയായികൾക്കും തുറന്നു കിട്ടുന്നത്. പിറന്ന നാടും കുടുംബവും സമ്പത്തും എല്ലാം ഉപേക്ഷിച്ച് വിശ്വാസ സംരക്ഷണാർത്ഥം പലായനം ചെയ്യാൻ അവർ നിർബന്ധിതരാവുകയായിരുന്നു. അങ്ങനെ രക്തബന്ധങ്ങൾക്കും കുടുംബ ബന്ധങ്ങൾക്കുമുപരിയായി ആദർശം കൊണ്ട് കോർത്തിണക്കപ്പെട്ട ആ സമൂഹം AD 622 400 കിലോമീറ്റർ ദൂരെയുള്ള യസ്രിബിലേക്ക് കാൽനടയായും വാഹനപ്പുറത്തും യാത്ര തിരിച്ചു. ഈ പലായനത്തോടെയാണ് ഹിജ്റ വർഷഗണനം ആരംഭിക്കുന്നത്. പ്രവാചകാഗമനത്തോടെ യസ്രിബ് പ്രവാചകൻ്റെ പട്ടണം മദീന എന്നറിയപ്പെട്ടു. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജ്റ വരികയാണ്. മക്ക രാജ്യം തന്നെ പുറത്താക്കുകയും തൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട നാടായ മക്കയെ ഉപേക്ഷിച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് വരുമ്പോൾ തന്നെ എന്തുകൊണ്ടും എന്തു നൽകിയും പ്രവാചകനെ സ്വീകരിക്കുന്ന അൻസാരികളെയാണ് പ്രവാചകൻ മദീനയിൽ കണ്ടത്. ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വിധം ഒരു ഹിജ്റ വന്ന അഥവാ പലായനം ചെയ്തു വന്ന ആളുകളെ ഇരു കരങ്ങളും നീട്ടി സ്വീകരിച്ച ചരിത്രമാണ് മദീനയിലുള്ള അൻസാരികൾക്ക് പറയാനുള്ളത്. കറുത്ത് കാപ്പിരിയായ ബിലാൽ റളിയല്ലാഹു അൻഹു, സുബുഖനായിട്ടുള്ള അബ്ദുറഹ്മാൻ ബിൻ ഔഫും അതുപോലെ തന്നെ മറ്റു സഹാബിമാരൊക്കെ തന്നെയും അബൂബക്കർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള പ്രമുഖരായ തറവാടത്തിൽ അല്ലെങ്കിൽ ഖുറൈശി ഗോത്രത്തിൽ തന്നെയുള്ള സഹാബിമാരൊക്കെ തന്നെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മാലയിലെ മുത്തുമണികളെപ്പോലെ ഒരേ സഫിൽ നിർത്തി നമസ്കരിപ്പിക്കുന്നു, ഒരേ രീതിയിൽ സംസാരിപ്പിക്കുന്നു, ഒരേ സ്ഥാനം കൊടുത്ത് ആദരിക്കുന്നു. ഇങ്ങനെ തീർത്തും മാനുഷിക ചരിത്രത്തിൽ തന്നെ വ്യത്യസ്തമായ ഒരു നടപടിയാണ് പ്രവാചകൻ മദീനയിൽ കാണിച്ചത്. മദീനയിലെയും സമാധാനം അധികനാൾ നീണ്ടുനിന്നില്ല. മദീനയെ ആക്രമിക്കാൻ പടക്കോപ്പുകൾ ഒരുക്കൂട്ടുന്ന മക്കക്കാർക്കെതിരെ സായുധമായി പ്രതികരിക്കാൻ മുസ്ലിങ്ങൾ നിർബന്ധിതരായി. വിശ്വാസ സ്വാതന്ത്ര്യത്തിനും സംരക്ഷണത്തിനുമായി ബദർ, ഒഹദ് തുടങ്ങി 81 സൈനിക നീക്കങ്ങൾ. ഒഹദൊഴികെ മറ്റെല്ലാം ജയിച്ചടക്കി. പ്രധാനപ്പെട്ട 27 എണ്ണത്തിൽ
പ്രവാചകൻ നേരിട്ട് നായകത്വം വഹിച്ചു. നിരവധി ആളുകൾ കൂട്ടത്തോടെ ഇസ്ലാം ആശ്ലേഷിക്കാൻ തുടങ്ങി. AD 630 10 വർഷത്തെ പ്രവാസത്തിനും ചെറുത്തുനിൽപ്പിനും ശേഷം 10,000-ഓളം വരുന്ന സൈന്യവുമായി പ്രവാചകൻ മക്കയിലേക്ക് തിരിച്ചു. തന്നെയും അനുചരന്മാരെയും നിരന്തരം പീഡിപ്പിച്ചുകൊണ്ടിരുന്ന മക്ക നിവാസികളിലേക്ക്. വധശിക്ഷയിൽ കുറഞ്ഞ ഒന്നും മക്കക്കാർക്ക് പ്രതീക്ഷിക്കാനുണ്ടായിരുന്നില്ല. എന്നാൽ തന്നെ നോവിച്ചവർക്ക് മുഴുവൻ മാപ്പ് നൽകിക്കൊണ്ട് ചരിത്രത്തിൽ തുല്യതയില്ലാത്ത വിട്ടുവീഴ്ചയുടെ ഉദാത്ത മാതൃകയാവുകയായിരുന്നു അദ്ദേഹം. പ്രവാചകന് കീഴിൽ അറേബ്യ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയായിരുന്നു. മദ്യം ഘട്ടം ഘട്ടമായി സമൂഹത്തിൽ നിന്നെടുത്തു കളഞ്ഞു. സ്ത്രീകളുടെ സുരക്ഷയും സർവ്വജന വിഭാഗങ്ങളുടെ സമത്വവും ഉറപ്പുവരുത്തി. കർശനമായ നിയമവ്യവസ്ഥയും കോടതികളും വിദ്യാഭ്യാസ കേന്ദ്രങ്ങളും സ്ഥാപിതമായി. സർവമത വിശ്വാസികളും തന്റെ കീഴിൽ പൂർണ്ണ നിർഭയരായിരിക്കണമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. അടിമകൾ സ്വതന്ത്രരാക്കപ്പെട്ടു. പാവപ്പെട്ടവർക്കും ദരിദ്രർക്കുമായി സമ്പന്നരിൽ നിന്ന് നിർബന്ധദാനം നിയമമാക്കി. അനാഥനും ആട്ടിടയനും കച്ചവടക്കാരനും ഭർത്താവും പിതാവും പിതാമഹനും സംരക്ഷകനും ഭരണാധികാരിയും ആത്മീയ നേതാവും യോദ്ധാവും നിയമജ്ഞനുമെല്ലാമായി വിഭിന്ന വേഷങ്ങൾ പ്രവാചകൻ മാതൃകാപരമായി കാഴ്ചവെച്ചു. AD 632 മാർച്ച് 9 ശനിയാഴ്ച 1,00,000-ൽ പരം അനുയായികളെ സാക്ഷി നിർത്തി അറഫയിലെ ജബലുറഹ്മയിൽ വെച്ച് പ്രവാചകൻ ജനങ്ങളെ അഭിമുഖീകരിച്ചു. ജനങ്ങളെ, എന്റെ വാക്കുകൾ ശ്രദ്ധാപൂർവം ശ്രവിക്കുക. ഇനിയൊരിക്കൽ കൂടി ഇവിടെ വെച്ച് നിങ്ങളുമായി സന്ധിക്കാൻ സാധിക്കുമോ എന്ന് എനിക്കറിയില്ല. ജനങ്ങളെ, ഈ മാസവും ഈ ദിവസവും പവിത്രമായതുപോലെ നിങ്ങളുടെ രക്തവും ധനവും അന്ത്യനാൾ വരെ പവിത്രമാണ്. തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ നാഥനുമായി കണ്ടുമുട്ടുക തന്നെ ചെയ്യും. അപ്പോൾ അവൻ നിങ്ങളോട് നിങ്ങളുടെ കർമ്മങ്ങളെപ്പറ്റി ചോദിക്കും. വല്ലവരുടെയും വശം വല്ല വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട ബാധ്യതകളുണ്ടെങ്കിൽ അത് അതിൻ്റെ അവകാശികളെ തിരിച്ചേൽപ്പിച്ചുകൊള്ളട്ടെ. എല്ലാ തരത്തിലുള്ള പലിശ ഇടപാടുകളും ഇന്നു മുതൽ ഞാൻ ദുർബലപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ മൂലധനത്തിൽ നിങ്ങൾക്ക് അവകാശമുണ്ട്. പലിശ പാടില്ലെന്ന് അള്ളാഹു വിധിച്ചു കഴിഞ്ഞു. ആദ്യമായി എൻ്റെ പിതൃവ്യൻ അബ്ബാസിന് കിട്ടാനുള്ള പലിശ ഞാനിതാ റദ്ദു ചെയ്തിരിക്കുന്നു. അനിസ്ലാമിക കാലത്തെ എല്ലാ കുടിപ്പകയും ഇന്നത്തോടുകൂടി ദുർബലപ്പെടുത്തിയിരിക്കുന്നു. അനിസ്ലാമിക കാലത്തെ എല്ലാവിധ കുലമഹിമകളും പദവികളും ഇതാ അസാധുവായിരിക്കുന്നു. നിങ്ങൾ ശപിക്കപ്പെട്ട പിശാചിനെ സൂക്ഷിക്കുക. അവൻ ഇന്ന് നിരാശനായിരിക്കുന്നു. ജനങ്ങളെ, നിങ്ങൾക്ക് സ്ത്രീകളോട് ചില ബാധ്യതകളുണ്ട്. അവർക്ക് നിങ്ങളോടും. വ്യക്തമായ നീചവൃത്തികൾ ചെയ്യുകയുമരുത്. സ്ത്രീകളോട് നിങ്ങൾ ദയാപുരസ്സരം പെരുമാറുക. അവർ നിങ്ങളുടെ ആശ്രിതരും പങ്കാളികളുമാണ്. ജനങ്ങളെ, വിശ്വാസികൾ പരസ്പരം സഹോദരന്മാരാണ്. തൻ്റെ സഹോദരൻ മനസ്സംതൃപ്തിയോടുകൂടി തരുന്നതല്ലാതെ ആർക്കും ഒന്നും അനുവദനീയമല്ല. നിങ്ങൾ അന്യോന്യം ഹിംസകളിലേർപ്പെടാതിരിക്കുക. അങ്ങനെ ചെയ്താൽ നിങ്ങൾ സത്യനിഷേധികളായിത്തീരും. ജനങ്ങളെ, ഞാൻ ഇനി പറയുന്നത് സസൂക്ഷ്മം ശ്രവിക്കുക. നിങ്ങൾ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവും പരിപാലകനുമായ അള്ളാഹുവിന് മാത്രം ആരാധനാ വഴിപാടുകൾ അർപ്പിക്കുക. 5 നേരത്തെ നമസ്കാരങ്ങൾ മുറ തെറ്റാതെ നിർവഹിക്കുക. റംസാനിൽ നോമ്പനുഷ്ഠിക്കുക. സമ്പത്തിൻ്റെ വിഹിതമായ നിർബന്ധദാനം കൃത്യമായി കൊടുക്കുക. സമ്പത്തും ആരോഗ്യവുമുള്ളവർ ഹജ്ജ് ചെയ്യുക. ജനങ്ങളെ, എനിക്ക് ശേഷം ഇനിയൊരു പ്രവാചകൻ വരാനില്ല. അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായി ഗ്രഹിക്കുക. വ്യക്തമായ 2 കാര്യങ്ങൾ ഇവിടെ വിട്ടേച്ചാണ് ഞാൻ പോകുന്നത്. അത് അള്ളാഹുവിൻ്റെ ഗ്രന്ഥമായ ഖുർആനും അവൻ്റെ ദൂതൻ്റെ
ചര്യകളുമാണ്. നിങ്ങളത് പൂർണ്ണമായി പിൻപറ്റുന്ന പക്ഷം നിങ്ങളൊരിക്കലും വഴിപിഴയ്ക്കുകയില്ല. ജനങ്ങളെ, നിങ്ങളെല്ലാം ഒരേ പിതാവിൻ്റെ മക്കളാണ്. നിങ്ങളെല്ലാം ആദമിൽ നിന്നുള്ളവരാണ്, ആദമോ മണ്ണിൽ നിന്നും. അതിനാൽ അറബിക്ക് അനറബിയേക്കാളോ വെളുത്തവന് കറുത്തവനേക്കാളോ ഒട്ടും ശ്രേഷ്ഠതയില്ല, ദൈവഭക്തിയുടെ അടിസ്ഥാനത്തിലല്ലാതെ. ഞാൻ ഈ സന്ദേശം നിങ്ങൾക്ക് എത്തിച്ചു തന്നില്ലയോ? ജനങ്ങൾ ഒന്നടങ്കം പറഞ്ഞു, തീർച്ചയായും. പ്രവാചകൻ ആകാശത്തേക്ക് കൈയുയർത്തി, അല്ലാഹുവേ, നീ ഇതിന് സാക്ഷി. അറിയുക, ഈ സന്ദേശം കിട്ടിയവർ കിട്ടാത്തവർക്ക് ഇത് എത്തിച്ചു കൊടുക്കട്ടെ. ശേഷം ചുരുങ്ങിയ മാസങ്ങളെ അദ്ദേഹം ജീവിച്ചിരുന്നുള്ളൂ. ക്രിസ്താബ്ദം 632 ജൂൺ 8 മദീനയിൽ വെച്ച് ആ മഹാപ്രവാചകൻ ലോകത്തോട് വിട പറഞ്ഞു. وما محمد إلا رسول قد خلت من قبله الرسل أفإن مات أو قتل انقلبتم على أعقابكم ومن ينقلب على عقبيه فلن يضر الله شيئا وسيجزي الله الشاكرين. മുഹമ്മദ് നബിക്ക് നൽകപ്പെട്ട ദിവ്യപ്രോക്ത വചനങ്ങളുടെ സമാഹാരമായ ഖുർആൻ അറബികൾക്ക് സംസ്കാരം പകർന്നു നൽകി. إن هذا القرآن يهدي للتي هي أقوم. കേവലമായ 23 വർഷങ്ങൾ കൊണ്ടായിരുന്നു അന്ധവിശ്വാസങ്ങളുടെയും അസാൻമാർഗികതയുടെയും അഗാധഗർത്തങ്ങളിൽ നിന്ന് ഉദാത്തമായ സംസ്കാരത്തിലേക്കും സകലവിധ നന്മകളിലേക്കും അറബികളെ ഖുർആൻ കൈപിടിച്ചുയർത്തിയത്. അങ്ങനെ ലോകം മുഴുവൻ അന്ധകാരം വ്യാപിച്ചുകിടന്ന 7-ാം നൂറ്റാണ്ടിൽ അറേബ്യ പ്രകാശമയമാവുകയായിരുന്നു. ഖുർആൻ അവരോട് ചോദിച്ചു, മർദ്ദിതരായ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വേണ്ടി നിങ്ങൾ എന്തുകൊണ്ട് ദൈവമാർഗത്തിൽ യുദ്ധം ചെയ്യുന്നില്ല? അവരോ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരാണ്, ഞങ്ങളുടെ രക്ഷിതാവേ, അക്രമികളായ ആളുകൾ അധിവസിക്കുന്ന ഈ നാട്ടിൽ നിന്ന് ഞങ്ങളെ നീ മോചിപ്പിക്കുകയും നിന്റെ പക്കൽ നിന്ന് ഒരു രക്ഷകനെ നിശ്ചയിച്ചു തരികയും ചെയ്യണമേ. നിന്റെ ഭാഗത്തുനിന്ന് ഒരു സഹായിയെ നൽകണമേ. പീഡിതരായ ജനസഞ്ചയങ്ങൾക്കുവേണ്ടി, വിശ്വാസ സ്വാതന്ത്ര്യത്തിനുവേണ്ടി അവർ പോർക്കളത്തിലിറങ്ങി. ബൈസാന്റിയൻ സാമ്രാജ്യത്തിന്റെ കിരാതഭരണത്തിന് കീഴിൽ കൊടിയ പീഡനങ്ങൾ അനുഭവിച്ചു കഴിയുകയായിരുന്നു യാക്കോബൈറ്റ്, നെസ്തോറിയൻ, മോണോഫിസൈറ്റ് വിഭാഗങ്ങൾ. അവരുടെ വിമോചനത്തിന് വഴി തുറന്നത് ഖലീഫ ഉമറിന്റെ കാലത്ത് മുസ്ലിം സൈന്യം സിറിയയിലെത്തിയപ്പോഴായിരുന്നു. ഇസ്ലാമിക ഭരണത്തിന് കീഴിൽ അമുസ്ലിം പൗരന്മാർ കൊടുക്കേണ്ട സംരക്ഷണ നികുതി അഥവാ ജിസ്യ നൽകാൻ സിറിയൻ ജനത തയ്യാറായി. എന്നാൽ സിറിയ തങ്ങളുടെ കൈപ്പിടിയിൽ നിന്ന് അകന്നുപോകുന്നുവെന്നറിഞ്ഞ ബൈസാന്റിയൻ ചക്രവർത്തി ഹിറാക്ലിയാസ് മുസ്ലിങ്ങളെ തുരത്തിയോടിക്കാൻ സൈന്യത്തെ നിയോഗിച്ചു. തദവസരം സിറിയയിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കാനും സിറിയയ്ക്ക് പുറത്തുവെച്ച് ഹിറാക്ലിയാസിന്റെ സൈന്യത്തെ നേരിടാനും ഇസ്ലാമിക ഭരണകൂടം തീരുമാനിച്ചു. സിറിയയിൽ നിന്ന് പിൻവലിഞ്ഞപ്പോൾ മുസ്ലിം സൈന്യാധിപനായിരുന്ന അബൂ ഉബൈദ പ്രതിനിധി ഹബീബ് ബിൻ മസ്ലമയുടെ കൈവശം തങ്ങൾ സ്വീകരിച്ച നികുതിപ്പണം പൂർണ്ണമായി തിരികെ കൊടുത്തയച്ചു. ശേഷം അദ്ദേഹം പറഞ്ഞ വാചകങ്ങൾ ഡയോനിസസ് എന്ന യാക്കോബൈറ്റ് പാത്രിയാർക്കീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നാം ഇരുകൂട്ടരും നാം ഏർപ്പെട്ട കരാറുകൾ പാലിക്കാൻ ബാധ്യസ്ഥരാണ്. ഞങ്ങൾ റോമിനെതിരിൽ യുദ്ധത്തിന് പോവുകയാണ്.
ഞങ്ങൾ തിരിച്ചു വന്നാൽ ഈ പണം ഞങ്ങൾ തിരികെയെടുക്കാം. ഞങ്ങൾ പരാജയപ്പെട്ടാൽ ഈ കരാറിൽ നിന്ന് ഞങ്ങൾ പിന്മാറിയതായി കണക്കാക്കണം. റോമക്കാരെ കീഴടക്കി സിറിയയിലേക്ക് തിരിച്ചെത്തിയ മുസ്ലിം സൈന്യത്തെ ഡമസ്കസിന്റെ പടിവാതിൽക്കൽ ചെന്ന് സിറിയൻ ക്രൈസ്തവർ വരവേറ്റു. ഇത് സിറിയയുടെ കാര്യത്തിൽ മാത്രമല്ല, ഈജിപ്താണെങ്കിൽ പോലും ഈജിപ്തിലെ രാഷ്ട്രീയ സാഹചര്യവും സാമൂഹിക സാഹചര്യവും ഏതാണ്ട് ഇതുപോലെ തന്നെയായിരുന്നു. ഈജിപ്ത് ഭരിച്ചിരുന്ന ബൈസാന്റിയൻ ചക്രവർത്തി യാക്കോബൈറ്റ് ക്രൈസ്തവരെ സ്വൈരമായി ജീവിക്കാൻ അനുവദിച്ചിരുന്നില്ല. പ്രവാചകന്റെ അനുചരനായ ആംർ ബിൻ ആസിന്റെ നേതൃത്വത്തിൽ മുസ്ലിം സൈന്യം റോമക്കാരെ എതിരിട്ടപ്പോൾ പീഡിതരായ ഈജിപ്ഷ്യൻ ജനത മുസ്ലിങ്ങളെ സഹായിച്ചിരുന്നതായി നിക്കയുവിലെ കോപ്റ്റിക് ബിഷപ്പായിരുന്ന ജോൺ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 711 കാലഘട്ടങ്ങളിൽ AD 711 കാലഘട്ടത്തിൽ സ്പെയിനിലേക്കുള്ള ഇസ്ലാമിക ആഗമനം വാലിദ് ഫസ്റ്റ്, അദ്ദേഹത്തിൻ്റെ സർവ്വസൈന്യാധിപനായിരുന്ന താരിഖ് ബിൻ സിയാദ്, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ആദ്യമായി യൂറോപ്യൻ ഭൂഖണ്ഡത്തിൽ ഇസ്ലാമിൻ്റെ ആഗമനം സാധ്യമാവുകയായിരുന്നു. കാത്തലിക് ചർച്ചിന് കീഴിൽ വിശ്വാസ സ്വാതന്ത്ര്യവും എന്തിന് തങ്ങളുടെ മക്കൾക്കൊപ്പം ജീവിക്കാനുള്ള അവകാശം പോലും നിഷേധിക്കപ്പെട്ട് കഴിഞ്ഞുകൂടിയ ജൂതന്മാർക്ക് വിമോചനമരുളുകയായിരുന്നു മുസ്ലിങ്ങൾ. ജൂതന്മാരാണ് ഇസ്ലാമിനെ സഹായിച്ചത്. പല സ്ഥലങ്ങളിലും കീഴടക്കപ്പെട്ട പ്രദേശങ്ങളിൽ അവർക്ക് ജൂതന്മാരെ ഭരണ ചുമതല ഏൽപ്പിച്ച് ഇസ്ലാമിക സൈന്യം അടുത്ത പ്രദേശത്തേക്ക് മാർച്ച് ചെയ്തതായിട്ടാണ് നാം കാണുന്നത്. ഇതിലൊരു സാമൂഹിക പശ്ചാത്തലം എന്ന് പറയുന്നത് അടിച്ചമർത്തപ്പെട്ടവൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനുള്ളൊരു സമയം, അത് ഇസ്ലാമാണ് ഈ സമൂഹത്തിന് നൽകിയത്. ഇതുപോലെ ഈജിപ്തിലാണെങ്കിൽ പോലും സ്പെയിനിലാണെങ്കിൽ പോലും എല്ലായിടത്തും ഇത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. ഗോത്രാഭിമാനത്തിനും അന്യായങ്ങൾക്കും വേണ്ടി പോരടിച്ചിരുന്ന ഒരു ജനത ഒരു മഹാസൈന്യത്തെ നേരിടാൻ പോകുന്ന സമ്പത്ത് അത്യാവശ്യമായ സന്ദർഭത്തിൽ പോലും കരാർ പാലിച്ച് നീതി ഉറപ്പുവരുത്തി നികുതി തിരിച്ചു നൽകി പിൻവാങ്ങാൻ മാത്രം അവരെ മാനസാന്തരപ്പെടുത്തിയ കാരണം എന്താവാം? യുദ്ധരംഗത്ത് പോലും നീതിയും ധർമ്മവും പാലിച്ച് വിശ്വാസ സ്വാതന്ത്ര്യം അനുവദിച്ച് പീഡിതരുടെ വിമോചനത്തിനായി പോരാടാൻ അവരെ പ്രേരിപ്പിച്ചതെന്താവാം? അക്ഷരങ്ങൾ കൊണ്ട് അത്ഭുതം തീർത്ത ഈ ദൈവിക വേദഗ്രന്ഥമല്ലാതെ മറ്റെന്താണ്? ഇന്നല്ലാഹ യഅ്മുറുകും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ വഇദാ ഹകംതും ബൈനൻ നാസി അൻ തഹ്കുമൂ ബിൽ അദ്ൽ ഇന്നല്ലാഹ നിഅമ്മാ യഅ്ദുകും ബിഹി ഇന്നല്ലാഹ കാന സമീഅൻ ബസീറാ. അല്ലാഹു നിങ്ങളോടിതാ കൽപ്പിക്കുന്നു, നിങ്ങളെ വിശ്വസിച്ചേൽപ്പിച്ച വസ്തുക്കൾ അവയുടെ അവകാശികളെ തിരിച്ചേൽപ്പിക്കുക. ജനങ്ങൾക്കിടയിൽ തീർപ്പ് കൽപ്പിക്കുകയാണെങ്കിൽ നീതിപൂർവം വിധി നടത്തുക. എത്ര നല്ല ഉപദേശമാണ് അവൻ നിങ്ങൾക്ക് നൽകുന്നത്. അല്ലാഹു എല്ലാം കാണുന്നവനും കേൾക്കുന്നവനുമാണ്. ഈ ഗ്രന്ഥമാണ് ആട്ടിടയന്മാരും വ്യാപാരികളും നാടോടികളുമായിരുന്ന ഒരു ജനതയെ സാമ്രാജ്യ അധിപന്മാരും യോദ്ധാക്കളുമാക്കി തീർത്തത്. ഇപ്പോൾ പടിഞ്ഞാറ് സ്പെയിൻ മുതൽ ഇൻഡസ് നദി വരേക്കും ഇസ്ലാമിക സാമ്രാജ്യം വളർന്നു പന്തലിച്ചു കഴിഞ്ഞിരിക്കുന്നു. എങ്ങനെയാണത് സംഭവിച്ചത്? ഒരു കൊച്ചു സംഘത്തിന് ദ്രുതവേഗം ഒരു വലിയ ഭൂപ്രദേശം തന്നെ കീഴ്പ്പെടുത്താൻ കഴിഞ്ഞത് എങ്ങനെയാണ്? മധ്യപൂർവേഷ്യയും വടക്കേ ആഫ്രിക്കയും കഴിഞ്ഞകാല ഭരണവ്യവസ്ഥകളെയും സാമൂഹിക ക്രമത്തെയും അത്രമേൽ മടുത്തിരുന്നു. അവർ ഇസ്ലാമിന് സ്വാഗതമോദിയതാണ്. അതുകൊണ്ടുതന്നെ മതപരിവർത്തനം ചെയ്യുക അല്ലെങ്കിൽ മരിക്കുക എന്ന ഭീഷണിയുമായാണ് മുസ്ലിങ്ങൾ രാജ്യങ്ങൾ കീഴ്പ്പെടുത്തിയത് എന്ന വാദം ബാലിശമാണ്, തീർത്തും തെറ്റാണ്. വായിക്കുക എന്ന മുഖവുരയോടുകൂടി ആരംഭിച്ച വിശുദ്ധ ഖുർആൻ അറബികളെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചു. അറിവ് തേടുന്നത് വിശ്വാസത്തിന്റെ ഭാഗമാണെന്ന് പഠിപ്പിച്ചു. قُلْ هَلْ يَسْتَوِي الَّذِينَ يَعْلَمُونَ وَالَّذِينَ لَا يَعْلَمُونَ إِنَّمَا يَتَذَكَّرُ أُولُو الْأَلْبَابِ.
അറിവുള്ളവരും ഇല്ലാത്തവരും ഒരുപോലെയാണോ? വിചാരശീലർ മാത്രമേ ചിന്തിച്ചറിയുന്നുള്ളൂ. ദൈവം തന്ന ചിന്താശക്തി ഉപയോഗിച്ച് പഠന ഗവേഷണങ്ങളിലൂടെ സ്രഷ്ടാവിനെ കണ്ടെത്താൻ ഖുർആൻ ആഹ്വാനം ചെയ്തു. إن في خلق السماوات والأرض واختلاف الليل والنهار لآيات لأولي الألباب الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. ആകാശഭൂമികളുടെ സൃഷ്ടിയിലും രാപ്പകലുകൾ മാറി മാറി വരുന്നതിലും ചിന്താശേഷിയുള്ളവർക്ക് ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട്. നിന്നും ഇരുന്നും കിടന്നും അല്ലാഹുവെ സ്മരിക്കുന്നവരാണവർ. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെപ്പറ്റി ചിന്തിക്കുന്നവരും. അവർ സ്വയം പറയും, ഞങ്ങളുടെ നാഥ, നീ ഇതൊന്നും വെറുതെ സൃഷ്ടിച്ചതല്ല, നീ എത്ര പരിശുദ്ധൻ. ഖുർആൻ ജനങ്ങളോട് കണ്ണു തുറന്നു പഠിക്കാൻ ആവശ്യപ്പെട്ടു. أفلا ينظرون إلى الإبل كيف خلقت وإلى السماء كيف رفعت وإلى الجبال كيف نصبت وإلى الأرض كيف سطحت. ഒട്ടകത്തിന്റെ നേർക്ക് അവർ നോക്കുന്നില്ലേ, അതെങ്ങനെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന്? ആകാശത്തേക്ക് അതെങ്ങനെ ഉയർത്തപ്പെട്ടിരിക്കുന്നു എന്ന്? പർവ്വതങ്ങളിലേക്ക് അവ എങ്ങനെ നാട്ടി നിർത്തപ്പെട്ടിരിക്കുന്നു എന്ന്? ഭൂമിയിലേക്ക് അതെങ്ങനെ പരത്തപ്പെട്ടിരിക്കുന്നു എന്ന്? ദൈവത്തിന്റെ പക്കൽ നിന്നുള്ളതാകയാൽ ഖുർആനിൽ യാതൊരുവിധ അശാസ്ത്രീയ പരാമർശങ്ങളുമില്ല. ആകാശത്തിന് ഒരു പ്ലാനറ്റേറിയത്തിന്റെ അർദ്ധകുംഭത്തിന്റെ വലിപ്പം മാത്രം സങ്കല്പിച്ചിരുന്ന അറബികൾക്ക് അതിബൃഹത്തായ പ്രപഞ്ചത്തെക്കുറിച്ച് ഖുർആൻ ധാരണ നൽകി. ഭൂമിയെക്കുറിച്ച് ഉരുണ്ടതാണെന്ന ഖുർആനിക സൂചന അറബികളുടെ അബദ്ധധാരണയെ തിരുത്തിക്കുറിച്ചു. ഗവേഷണങ്ങൾക്ക് തുടക്കം കുറിച്ചു. ഭ്രൂണശാസ്ത്രത്തിലും ഭൂമിശാസ്ത്രത്തിലും ജൈവശാസ്ത്രത്തിലും ജ്യോതിശാസ്ത്രത്തിലുമെല്ലാം ഖുർആൻ കൃത്യമായ ഉൾക്കാഴ്ചകൾ നൽകി. മുൻകാല സമൂഹങ്ങളുടെ പര്യവസാനം എങ്ങനെയായിരുന്നുവെന്ന് ഭൂമിയിലൂടെ സഞ്ചരിച്ചു പഠിക്കാൻ ഖുർആൻ ആഹ്വാനം ചെയ്തു. ഖുർആനിൽ നിന്നും ആവേശമുൾക്കൊണ്ട അറബികൾ വൈജ്ഞാനിക ലോകത്തേക്ക്, ശാസ്ത്രീയ ഗവേഷണങ്ങളിലേക്ക് ഇറങ്ങിത്തിരിച്ചു. ഇസ്ലാമിക ഭരണത്തിനു കീഴിൽ ക്രൈസ്തവരും ജൂതരും നിരീശ്വരവാദികളുമെല്ലാം പൂർണ്ണ നിർഭയരായി മുസ്ലിങ്ങളോടൊപ്പം പുതുലോക നിർമ്മിതിയിൽ പങ്കുചേർന്നു. അവർ ഒരു വശത്ത് യൂറോപ്പുമായും മറുവശത്ത് ഇന്ത്യ, ചൈന മുതലായിട്ടുള്ള കിഴക്കൻ രാജ്യങ്ങളുമായിട്ടും ബന്ധം പുലർത്തുകയാണ്. അപ്പോൾ ഈ ലോകത്തിൻ്റെ ഈ രണ്ട് ഭാഗങ്ങളെന്ന് തന്നെ പറയാം. പൗരസ്ത്യ രാജ്യങ്ങൾ ചൈനയും ഇന്ത്യയും, പാശ്ചാത്യ രാജ്യങ്ങൾ യൂറോപ്യൻ രാജ്യങ്ങൾ. ഈ രണ്ട് തരത്തിലുള്ള അകന്നു നിന്നിരുന്ന സംസ്കാരങ്ങളെ യോജിപ്പിക്കുന്ന മധ്യസ്ഥരായിട്ട് അറബികൾക്ക് വരാൻ കഴിഞ്ഞു. ആ കാലത്ത് പ്രവാചകൻ്റെ പ്രബോധനങ്ങളാണ് അവരെ അതിനെ സഹായിച്ചത്. അതോടുകൂടിയാണ് അവർക്കൊരു ആത്മവിശ്വാസവും ഐക്യവും ദിശാബോധവും ഉയർന്ന സാഹിത്യവും ഒക്കെ ഉണ്ടായി വരുന്നത്. അതിനുശേഷമാണ് അദ്ദേഹത്തിൻ്റെ ഉൾക്കാഴ്ചകളാണ് ദൈവികമായ വെളിപാടുകൾ എന്നുള്ള നിലയിൽ അവതരിപ്പിക്കപ്പെട്ട ഖുർആൻ, പിന്നെ അതിൻ്റെ വ്യാഖ്യാനങ്ങളായി വന്ന ഹദീസ്. അതിൻ്റെയൊക്കെ വെളിച്ചത്തിലാണ് അവർക്കിടയിൽ ശാസ്ത്രകാരന്മാരുണ്ടായി,
ചരിത്രകാരന്മാരുണ്ടായി, തത്വചിന്തകന്മാരുണ്ടായി. ഈ ഖിലാഫത്ത് എന്ന സാമ്രാജ്യം, ഖലീഫിൻ്റെ സാമ്രാജ്യം, അത് മക്കയിലും മദീനയിൽ നിന്നുമൊക്കെ പിന്നെ ബാഗ്ദാദിലേക്ക് നീങ്ങി, പിന്നെ തുർക്കിയിലേക്കും നീങ്ങി. വിശുദ്ധ ഖുർആൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അവതരിക്കപ്പെട്ട് ലോകത്തുള്ള സകല ആളുകൾക്കും വെളിച്ചം നൽകുകയാണ്. ഈ ഖുർആനിൽ നിന്ന് മനുഷ്യന്മാർക്ക് ലഭിച്ചത് ആത്മീയമായ ഔന്നിത്യവും അതോടൊപ്പം തന്നെ ഭൗതികമായ മുന്നേറ്റങ്ങൾക്കുള്ള ഒരു ഉൾപ്രേരണ വിശുദ്ധ ഖുർആനിൽ നിന്ന് ആളുകൾക്ക് ലഭിക്കുകയുണ്ടായി. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ലോകത്ത് അറിയപ്പെട്ടിട്ടുള്ള ശാസ്ത്രശാഖകളിലെല്ലാം മുഖ്യമായ പങ്കുകൾ മുസ്ലിം സമൂഹത്തിൽപ്പെട്ട ചില ആളുകൾ വഹിച്ചിട്ടുണ്ട്. അത് ഏത് ശാസ്ത്രമാകട്ടെ, ഗണിതശാസ്ത്രമാണെങ്കിലും അതുപോലെ തന്നെ ഗോളശാസ്ത്രമാണെങ്കിലും, ഇങ്ങനെയുള്ള ഒരുപാട് മുസ്ലിങ്ങളായ ആളുകൾ അവർ ഒരുപക്ഷേ ഇസ്ലാമിനെ പൂർണ്ണാർത്ഥത്തിൽ ഉൾക്കൊണ്ടവരായിക്കൊള്ളണമെന്നില്ല. നേരെ മറിച്ച് അവരുടെ ജീവിതത്തിൽ ഇസ്ലാമിന് നിരക്കാത്ത പല കാര്യങ്ങളും കണ്ടേക്കാം. പല വാദങ്ങളും പല വാദഗതികളും ഇസ്ലാമിന് അന്യമായതും അവർ ചിലപ്പോൾ മുന്നോട്ട് വച്ചേക്കാം. എന്നിരുന്നാലും ശരി, അവർക്ക് ഈ ഒരു മുന്നേറ്റത്തിനും അവരുടെ ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾക്കും നിമിത്തമായി ഭവിച്ചത് ഖുർആനിൻ്റെ ആ ഒരു ഉൾപ്രേരണയും ഖുർആനിലൂടെ പഠിക്കുവാനും ചിന്തിക്കുവാനും അതുപോലെ തന്നെ കാര്യങ്ങളെക്കുറിച്ച് മനനം നടത്തുവാനുമുള്ള ആവർത്തിച്ചുള്ള ആ ഒരു ആഹ്വാനവുമാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള മുസ്ലിം പണ്ഡിതന്മാർക്ക് ഈ ഒരു പ്രചോദനം കിട്ടിയത് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. ഒരുപാട് ശാസ്ത്രശാഖകളിൽ ഇബ്നു സീനെ പോലെയുള്ള ഒരുപാട് ശാസ്ത്ര പണ്ഡിതന്മാർ മുസ്ലിം ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. അതുപോലെ തന്നെ തത്വശാസ്ത്രത്തിലാണെങ്കിലും ഇങ്ങനെ ഏത് ശാസ്ത്രത്തിലും അവർക്ക് പ്രചോദനം നൽകിയത് ഇസ്ലാമിക അധ്യാപനങ്ങളും അതുപോലെ തന്നെ ഖുർആൻ്റെ ആയത്തുകളും പ്രവാചകൻ്റെ ഹദീസുകളുമായിരുന്നെന്ന് തർക്കമില്ല. ആ കാലഘട്ടത്തിൽ, അതായത് 7-ാം നൂറ്റാണ്ട് ഹിജ്റ ആരംഭിക്കുന്ന 621-22 ആ കാലത്ത്, അന്ന് തുടങ്ങി ഒരു 3-4 നൂറ്റാണ്ടുകൾ അറബികളുടെ വളർച്ചയുടെയും സ്വാധീനത്തിൻ്റെയും കാലഘട്ടമായിരുന്നു. ആ കാലത്താണ് അവർ പാശ്ചാത്യ പൗരസ്ത്യ സംസ്കാരങ്ങൾ ഉൾക്കൊണ്ട് അവയ്ക്ക് തമ്മിലുള്ള ഒരു ബന്ധസ്ഥാപകരായിട്ട് മാറുകയും രണ്ട് വശത്തു നിന്നുള്ള ശാസ്ത്രചിന്തയുടെ, ഗ്രീക്ക് ശാസ്ത്രചിന്തയുടെ അംശങ്ങൾ, കാരണം ഈ യൂറോപ്പിലെ അന്ധകാര യുഗം എന്ന് പറയുന്ന റോമൻ സാമ്രാജ്യത്തിൻ്റെ അധപ്പതനത്തിന് ശേഷം ഉണ്ടായിരുന്ന ആ കാലഘട്ടം ഉണ്ടല്ലോ, ആ കാലത്തെ കത്തോലിക്ക പള്ളിയുടെ ആധിപത്യം, അന്ധവിശ്വാസങ്ങൾ, വളരെ ശാസ്ത്രത്തിനൊക്കെ എതിരായിട്ടുള്ളൊരു മനോഭാവം, ഇപ്പം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നതിനെ ഒരു വശത്തുണ്ട്. അതിനൊക്കെ മാറ്റിയിട്ട് അറബികളുടെ സ്വാധീനം വന്നപ്പോഴാണ് പാശ്ചാത്യ പൗരസ്ത്യ ബന്ധങ്ങൾ പ്രബലമാവുകയും ഒരു ലോക സംസ്കാരത്തിൻ്റെ തന്നെ നേതൃത്വത്തിലേക്ക് അറബികൾ വരികയും ചെയ്യുന്നത്. അപ്പോൾ യൂറോപ്യൻ സംസ്കാരം അതിൻ്റെ അപചയ ഘട്ടത്തിലെത്തിയിരുന്നു, ഡാർക്ക് ഏജ് എന്ന് പറയുന്ന കാലത്ത്. ഇന്ത്യയിലും തന്നെ ജാതിയും വർണ്ണാശ്രമധർമ്മത്തിൻ്റെ വ്യത്യാസങ്ങളും ഒക്കെ വന്ന് ശിഥിലീഭവിച്ച് കീഴ്പോട്ട് പോകുന്ന ഒരു സ്ഥിതിയിലെത്തിയിരുന്നു. ചൈനയിലും ആദ്യകാലത്തുണ്ടായിരുന്ന വലിയ മുന്നേറ്റം, വടക്ക് നോക്കിയ യന്ത്രവും പട്ടുനൂൽപ്പുഴുവിൻ്റെ പ്രയോജനവും പിന്നെ അച്ചടിക്കുന്ന സംരംഭങ്ങളും ഒക്കെ മാറി ചൈനയും ഏതാണ്ട് വിറങ്ങലിച്ചു പോയി. അപ്പോൾ അതിനിടയ്ക്ക് ആണ് ഒരു പുതിയ ലോകത്തിൻ്റെ കാഴ്ചപ്പാടുമായിട്ട് അറബികൾ പ്രവാചകൻ്റെ നേതൃത്വത്തിൽ രംഗപ്രവേശം ചെയ്യുന്നത്. ആ കാലഘട്ടം 7-ാം നൂറ്റാണ്ട് മുതൽ ഏതാണ്ട് 14-ാം നൂറ്റാണ്ട് വരെ നിലനിന്ന ആ കാലഘട്ടം അറബികളുടെ നേതൃത്വമാണ് പാശ്ചാത്യ പൗരസ്ത്യ ലോകങ്ങളിൽ കണ്ടത്. AD 700 സിറിയയിലെ അൽറാഖയിൽ 2 കിലോമീറ്റർ വിസ്തൃതിയിൽ ഗ്ലാസ് നിർമ്മാണം ആരംഭിച്ചു. ബാഗ്ദാദിലെ തെരുവുകളിൽ ഫാർമസികൾ സ്ഥാപിക്കപ്പെട്ടു. 8-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ബാഗ്ദാദിലും സിറിയയിലുമായി ലോകത്തിലെ ആദ്യത്തെ ഹോസ്പിറ്റലുകൾ സ്ഥാപിതമായി. AD 780 രസതന്ത്രത്തിന്റെ പിതാവെന്നറിയപ്പെടുന്ന ജാബിർ ബിൻ ഹയാൻ അലംബിക്, സ്റ്റിൽ, റിട്ടോട്ട് തുടങ്ങിയ ഉപകരണങ്ങളും ലിക്വിഫാക്ഷൻ,
ക്രിസ്റ്റലൈസേഷൻ, ഫിൽട്രേഷൻ പ്രക്രിയകളും അവതരിപ്പിച്ചു. 20-ലധികം ലബോറട്ടറി ഉപകരണങ്ങളും അദ്ദേഹം കണ്ടുപിടിച്ചിട്ടുണ്ട്. ആർസനിക്, ആന്റിമണി, സൾഫർ, മെർക്കുറി തുടങ്ങി മെറ്റാലിക് ഓക്സൈഡുകൾ ചേർത്ത് ഗ്ലാസിന് നിറം നൽകുന്നതിനെക്കുറിച്ച് അദ്ദേഹം പ്രതിപാദിച്ചിട്ടുണ്ട്. സൾഫ്യൂരിക് ആസിഡും ഹൈഡ്രോക്ലോറിക് ആസിഡും ആദ്യമായി നിർമ്മിച്ചതും മൂലകങ്ങളെ വർഗീകരിക്കുന്നതിന് തുടക്കം കുറിച്ചതും ജാബിർ ബിൻ ഹയ്യാനായിരുന്നു. കൂടാതെ ഓർഗാനിക് ആസിഡുകളിൽപ്പെട്ട സിട്രിക്, അസറ്റിക്, ടാർട്ടറിക് ആസിഡുകളെക്കുറിച്ചും അദ്ദേഹം പ്രതിപാദിക്കുന്നു. AD 786 അബ്ബാസിയ ഖലീഫ ഹാറൂൻ അൽ റഷീദിന്റെ കാലത്ത് ഹൗസ് ഓഫ് വിസ്ഡം ബാഗ്ദാദിൽ സ്ഥാപിതമായി. ഗ്രീക്ക് ഇന്ത്യൻ വിജ്ഞാനീയങ്ങളടക്കം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഗ്രന്ഥങ്ങൾ അറബിയിലേക്ക് തർജ്ജമ ചെയ്യപ്പെടുകയും തുടർ ഗവേഷണങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. ശാസ്ത്രത്തിന്റെ ഭാഷ അറബിയായി മാറുന്നു. AD 795 ലോകത്തിലെ ആദ്യത്തെ പേപ്പർ മിൽ ബാഗ്ദാദിൽ സ്ഥാപിക്കപ്പെട്ടു. മക്കയുടെ ദിശയും സമയസൂചികയും നക്ഷത്രസ്ഥാനങ്ങളും അടയാളപ്പെടുത്തിയ ബ്രാസ് ആസ്ട്രോലാബ് മുഹമ്മദ് ബിൻ ഇബ്രാഹിം അൽ ഫസരി AD 796 വികസിപ്പിച്ചെടുത്തു. 9-ാം നൂറ്റാണ്ടിൽ ആദ്യത്തെ പ്രായോഗിക വിൻഡ്മിൽ, വെർട്ടിക്കൽ ആക്സിൽ വിൻഡ്മിൽ അറബ് ലോകത്ത് നിർമ്മിക്കപ്പെട്ടു. നമ്മുടെ ഇമെയിൽ സ്വകാര്യത മുതൽ മിലിറ്ററി രഹസ്യങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടുന്നിടത്തുവരെ പ്രായോഗികമായ എൻക്രിപ്ഷൻ വിദ്യയ്ക്ക് ഈ ഡിജിറ്റൽ യുഗത്തിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. എൻക്രിപ്ഷൻ വിദ്യയുടെ പഠനം ആരംഭിക്കുന്നത് ഇസ്ലാമിക ശാസ്ത്രലോകത്തെ അൽ-കിന്ദി മുതൽക്കാണ്. അബൂ യൂസഫ് യാക്കൂബ് അസബാഹ് അൽ-കിന്ദി സൈക്കോളജി, മെഡിസിൻ, ഫാർമക്കോളജി, മാത്തമാറ്റിക്സ്, ആസ്ട്രോണമി, ഒപ്റ്റിക്സ് തുടങ്ങിയ ശാസ്ത്ര വിഷയങ്ങൾ മുതൽ പെർഫ്യൂംസ്, സോഡ്സ്, ജുവൽസ്, ഗ്ലാസ്, ഡൈസ്, സുവോളജി, ടൈഡ്സ്, മിറേഴ്സ്, മെറ്റീരിയോളജി, എർത്ത്ക്വേക്സ് തുടങ്ങിയ വ്യാവഹാരിക മേഖലകളിലെല്ലാം കാര്യമായ സംഭാവനകൾ അർപ്പിച്ചിട്ടുണ്ട്. കാഴ്ചയെക്കുറിച്ച ഗ്രീക്ക് തിയറികളെ ചോദ്യം ചെയ്തുകൊണ്ട് ആധുനിക പ്രകാശശാസ്ത്രത്തിന് അടിത്തറ നൽകിയത് അൽ-കിന്ദിയായിരുന്നു. രോഗങ്ങളുടെ നിർണായകമായ ദിനങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കാനും തദടിസ്ഥാനത്തിൽ മരുന്നിന്റെ വീര്യം അളന്നു തിട്ടപ്പെടുത്താൻ കഴിയുന്ന മാർഗങ്ങളും അദ്ദേഹം ആവിഷ്കരിച്ചു. ആകാശത്തിലൂടെ പറന്നു നടക്കാൻ ചരിത്രാതീത കാലം മുതൽക്കേ മനുഷ്യൻ ആഗ്രഹിച്ചിരുന്നു. ചാഞ്ഞും ചെരിഞ്ഞും ചിറകു കൂട്ടിപ്പിടിച്ചും വിടർത്തിയും ആകാശത്തിൽ ആർത്തുല്ലസിക്കുന്ന പറവകളെ നോക്കി അവൻ അത്ഭുതപ്പെട്ടിരുന്നു. എന്നാൽ ചരിത്രത്തിലാദ്യമായി നിയന്ത്രിത പറക്കൽ നടത്തിയത് അബ്ബാസ് ഇബിൻ ഫിർനാസ് എന്ന ശാസ്ത്രജ്ഞനാണ്. ക്രിസ്താബ്ദം 810 ജനിച്ച അദ്ദേഹം 875 ഇത്തരമൊരു ശ്രമം നടത്തിയത്. ഏതാനും മിനിറ്റുകൾ ആകാശത്തിൽ ചെലവഴിച്ച അദ്ദേഹത്തിന് ലാൻഡിങ്ങിലുള്ള അബദ്ധം കാരണം ഗുരുതരമായി പരിക്കേറ്റു. ലാൻഡിങ്ങിൽ വാലിനുള്ള സ്ഥാനം താൻ മനസ്സിലാക്കാതെ പോയതാണ് പ്രശ്നമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നുവെങ്കിലും അത് പരിഹരിച്ച് ഒന്നുകൂടെ ശ്രമിക്കാൻ ആരോഗ്യപ്രശ്നങ്ങൾ കാരണം അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. AD 887 രോഗം ഗുരുതരമാവുകയും അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. അബ്ബാസ് ബിൻ ഫിർനാസ് ആയിരുന്നു ആദ്യമായി ക്വാർട്സിൽ നിന്ന് ഗ്ലാസ് നിർമ്മിച്ചത്. സൂര്യചന്ദ്രഗോളാദികളെയും നക്ഷത്രങ്ങളെയും അടയാളപ്പെടുത്തി ആദ്യമായി സ്ഫടികം കൊണ്ട് പ്ലാനറ്റേറിയം നിർമ്മിച്ചതും ഇബിൻ ഫിർനാസ് ആയിരുന്നു. അതിലൂടെ നിശാചക്രവാളത്തെ നിരീക്ഷിച്ച് അദ്ദേഹം അനുഭൂതി നുകർന്നു. ഇബിൻ ഫിർനാസ് എന്ന ചന്ദ്രനിലെ ഗർത്തം അദ്ദേഹത്തോടുള്ള ബഹുമാനാർത്ഥം നാമകരണം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അൽഗോരിതത്തിന്റെ അഭാവത്തിൽ കമ്പ്യൂട്ടറുകളെക്കുറിച്ച് നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല. മുഹമ്മദ് ബിൻ മൂസ അൽ ഖ്വാരിസ്മിയാണ് അൽഗോരിതം കണ്ടുപിടിച്ചത്. 12-ാം നൂറ്റാണ്ടിൽ ഇന്ത്യൻ ഗണിതത്തിന്റെ മേലുള്ള അദ്ദേഹത്തിന്റെ ഗവേഷണങ്ങളുടെ ഫലമായാണ് ഡെസിമൽ നമ്പർ സിസ്റ്റം പാശ്ചാത്യൻ രാജ്യങ്ങളിലെത്തിയത്. മാത്തമാറ്റീഷ്യൻ, ആസ്ട്രോണമർ, ജിയോഗ്രാഫർ എല്ലാമായ അദ്ദേഹം തന്നെയാണ് AD 820 ദ കമ്പാൻഡിയസ് ബുക്ക് ഓൺ കാൽക്കുലേഷൻ ബൈ കംപ്ലീഷൻ ആൻഡ് ബാലൻസിംഗ് എന്ന പുസ്തകത്തിലൂടെ അൽ ജബർ അഥവാ ആൽജിബ്ര അവതരിപ്പിച്ചത്. ആൽജിബ്ര ഒരു പുതിയ ലോകം നമുക്ക് സമ്മാനിക്കുകയായിരുന്നു. ഇന്ത്യൻ ജ്യോതിശാസ്ത്രത്തെ അവലംബിച്ച് അദ്ദേഹം തയ്യാറാക്കിയ സിജ് അൽ സിന്ദിന്ദ് ജ്യോതിശാസ്ത്ര കണക്കുകളുള്ള 37 അധ്യായങ്ങളും
116 ടേബിളുകളും സൈൻ കൊസൈൻ ത്രിമാന ഗണിത പട്ടികകളുമടങ്ങിയ ഒരു ബൃഹത് ഗ്രന്ഥമാണ്. I have the answer to a question that we've all asked. The question is, why is it that the letter X represents the unknown? എനിക്കറിയാം, നിങ്ങളെല്ലാം കണക്കിലൂടെയാണ് എക്സിനെ പരിചയപ്പെട്ടത്. എന്നാൽ ഇപ്പോൾ എല്ലായിടത്തും എക്സ് ഉപയോഗിച്ചു വരുന്നു. എക്സ് പ്രൈസ്, എക്സ് ഫയൽസ്, പ്രൊജക്ട് എക്സ്, ടെറെക്സ്. എവിടെ നിന്നാണ് എക്സ് വന്നത്? ഏകദേശം 6 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അറബിക് ഭാഷ പഠിക്കാൻ തീരുമാനിച്ചു. വളരെ സവിശേഷതകളുള്ള ഒരു ഭാഷയാണത്. കാരണം ഒരു പദം അല്ലെങ്കിൽ വാക്യം രചിക്കുന്നത് ഒരു സമവാക്യം സൃഷ്ടിക്കുന്നതിന് തുല്യമാണ്. ഓരോ ഘടകവും ആഴത്തിലുള്ള അർത്ഥതലങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് കാണുന്ന പാശ്ചാത്യ ശാസ്ത്രം, ഗണിതശാസ്ത്രം, എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം ആദ്യ നൂറ്റാണ്ടുകളിൽ ജീവിച്ചിരുന്ന പേർഷ്യക്കാരുടെയും അറബുകളുടെയും തുർക്കുകളുടെയും സംഭാവനകളാണ്. ആൽജബ്ര എന്ന ശാഖയും അതിൽ ഉൾപ്പെടും. അറബിക് ഭാഷയിൽ അൽജബർ എന്ന വാക്കിന്റെ ഉദ്ദേശം സമാനതയില്ലാത്ത സമവാക്യങ്ങളെ അനുരഞ്ജിപ്പിക്കുന്ന സമ്പ്രദായം എന്നാണ്. അൽജബർ ഇംഗ്ലീഷിൽ എത്തിയപ്പോൾ അൽജബ്രയായി. ഒരുപാട് ഉദാഹരണങ്ങളിൽ നിന്ന് ഒന്ന് മാത്രം. അറബിക് ഗ്രന്ഥങ്ങളിൽ കണ്ടുവരുന്ന ഇത്തരം അറിവുകൾ 11-12 നൂറ്റാണ്ടുകളിൽ സ്പെയിനിലൂടെ യൂറോപ്പിലെത്തി. അന്ന് സ്പെയിനിൽ ലഭിച്ചിരുന്ന ഗ്രന്ഥങ്ങൾ യൂറോപ്യൻ ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്താൻ അതീവ താൽപ്പര്യമുള്ളവരായിരുന്നു അവിടുത്തെ പണ്ഡിതന്മാർ. എന്നാൽ ചില പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. അറബി ഭാഷയിലുള്ള ചില ശബ്ദങ്ങൾ യൂറോപ്യൻ ശബ്ദരേഖയിലൂടെ കടന്നു പോകാറില്ല, നല്ല പരിശ്രമത്തോടു കൂടിയല്ലാതെ. അക്കാര്യത്തിൽ നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം. അത്തരം ശബ്ദങ്ങൾക്ക് സമാനമായ യൂറോപ്യൻ അക്ഷരങ്ങൾ ബദലായി ഉപയോഗിച്ചതുമില്ല. ഷീൻ എന്ന അക്ഷരം ഇതിനുദാഹരണമാണ്. എന്ന ശബ്ദമാണ് അത് പുറപ്പെടുവിക്കുന്നത്. ഷെയ് എന്ന വാക്കിന്റെ ആദ്യത്തെ അക്ഷരം. ഇംഗ്ലീഷിൽ സംതിങ് എന്നർത്ഥം വരുന്ന ഈ പദം അറിഞ്ഞുകൂടാത്തതോ നിർവചിക്കാത്തതോ ആയ ഒരു കാര്യത്തെ സൂചിപ്പിക്കുന്നു. ഇതേ പദത്തെ ക്ലിപ്തപ്പെടുത്താൻ അൽ കൂട്ടിച്ചേർത്ത് അൽ ഷെയ് എന്നാക്കാം. അതോടുകൂടി ആ കാര്യം എന്നർത്ഥം വരികയും ചെയ്യും. ആദ്യകാലത്തെ ഗണിതശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ഈ പദത്തെ കാണാവുന്നതാണ്. ഉദാഹരണം, 10-ാം നൂറ്റാണ്ടിലെ വർഗമൂലകങ്ങളുടെ ഡെറിവേഷൻ വിവരിക്കുന്ന ഈ ഗ്രന്ഥത്തിൽ. മധ്യകാലഘട്ടത്തിലെ സ്പാനിഷ് പണ്ഡിതന്മാർ ഇത്തരം കൃതികൾ പരിഭാഷപ്പെടുത്തിയപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടി. കാരണം ഷ് എന്ന ശബ്ദം സ്പാനിഷ് ഭാഷയിലില്ലാത്തതിനാൽ ഷെയ് എന്ന വാക്ക് വിവർത്തനം ചെയ്യാൻ സാധിക്കില്ല. അതിനു പകരം അവർ പിന്തുടർന്നു വന്നിരുന്ന ഒരു സമ്പ്രദായമുണ്ട്. പ്രാചീന ഗ്രീക്ക് ഭാഷയിലെ കൈ എന്ന അക്ഷരം ഉപയോഗിക്കുകയും ഷ് എന്ന ശബ്ദത്തിന് പകരം ഖ് എന്ന ശബ്ദം ഉപയോഗിച്ചു തുടങ്ങി. പിന്നീട് ഈ കൃതികൾ യൂറോപ്പിൽ പൊതുവായി ഉപയോഗിച്ചു വന്ന ലാറ്റിൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടപ്പോൾ ഗ്രീക്കിലെ കൈ എന്ന അക്ഷരം ലാറ്റിനിൽ എക്സ് ആയി. ഈ പുസ്തകങ്ങളാണ് പിന്നീട് വന്ന 600 വർഷത്തേക്ക് ഗണിതശാസ്ത്രത്തിലെ അവലംബ ഗ്രന്ഥങ്ങളായി മാറിയത്. ഇപ്പോൾ നമുക്ക് നമ്മുടെ ചോദ്യത്തിനുള്ള മറുപടി ലഭിച്ചു. എന്തുകൊണ്ടാണ് എക്സ് അജ്ഞാതമായി പോയത്? ഷ് എന്ന വാക്ക് സ്പാനിഷ് ഭാഷയിൽ ഉച്ചരിക്കാൻ സാധ്യമല്ല എന്നതുകൊണ്ട് തന്നെ. 828 ഖലീഫ അൽ മഅ്മുൻ ഇസ്ലാമിക ലോകത്തെ ആദ്യത്തെ ഗോള നിരീക്ഷണാലയം ബാഗ്ദാദിനടുത്ത് ശംസിയയിൽ സ്ഥാപിച്ചു. ആധുനിക ഒബ്സർവേറ്ററികളുടെ യഥാർത്ഥ പൂർവികർ ഇസ്ലാമിക ലോകത്തെ ഒബ്സർവേറ്ററികളായിരുന്നു. 850 ബനൂ മൂസ സഹോദരങ്ങൾ എന്നറിയപ്പെടുന്ന അഹമ്മദ്, മുഹമ്മദ്, ഹസൻ ബിൻ ഇബ്നു ശാക്കീർ എന്നിവർ ചേർന്ന് കിതാബുൽ ഹിയാൽ എന്ന പുസ്തകം രചിച്ചു. ഇതിൽ 100ഓളം ഓട്ടോമാറ്റിക് യന്ത്രനിർമ്മിതമായ ഉപകരണങ്ങളും പ്രവർത്തന രീതിയും ചിത്രങ്ങളും അവതരിപ്പിച്ചു. വാൽവ്, ഫ്ലോട്ട് വാൽവ്, ഫീഡ്ബാക്ക് കൺട്രോളർ, ഫ്ലോട്ട് ചേംബർ, ഓട്ടോമാറ്റിക് കൺട്രോൾ, പ്രോഗ്രാമബിൾ മെഷീൻ, ട്രിക്ക് ഡ്രിങ്കിംഗ് വെസൽസ്, ഗ്യാസ് മാസ്ക്, ഗ്രാബ്, ക്ലാംഷെൽ ഗ്രാബ്, ഫെയിൽ സേഫ് സിസ്റ്റം, ഹുറിക്കെയിൻ ലാമ്പ്, സെൽഫ് ഫീഡിംഗ് ഓയിൽ ലാമ്പ്, സെൽഫ് ട്രിമ്മിംഗ് ഓയിൽ ലാമ്പ്, വിൻഡ് പവേർഡ് ഫൗണ്ടെയിൻ, ഓട്ടോമാറ്റിക് ക്രാങ്ക്,
തുടങ്ങിയവയെല്ലാം അവർ രൂപപ്പെടുത്തി. كانت لنا الدار منار كانت بحق خير دار والجد كان لنا شعار يا حلوها تلك السنين فيها المعلمة الحنون رمز اللطافة والسكون 850കളിൽ വെള്ളത്താൽ ചുഴറ്റപ്പെടുന്ന ടർബൈനുകൾ ആദ്യമായി നിർമ്മിച്ചതും മുസ്ലിം എഞ്ചിനീയർമാരായിരുന്നു. نور من البسمات لاح والنفس يسكنها. ഇന്നും നിലനിൽക്കുന്ന ലോകത്തിലെ ആദ്യത്തെ യൂണിവേഴ്സിറ്റിയായ മൊറോക്കോയിലെ അൽ ഖറാവിയീൻ യൂണിവേഴ്സിറ്റി ഫാത്തിമ അൽ ഫിഹ്രി എന്ന മുസ്ലിം പണ്ഡിത AD 859 സ്ഥാപിച്ചതാണ്. AD 900കളിൽ മുഹമ്മദ് ബിൻ സക്കരിയ റാസി വിവിധതരം മരുന്നുകൾ നിർമ്മിച്ചെടുക്കുന്ന വിധം ലോകത്തിന് പരിചയപ്പെടുത്തി. ശിശുരോഗ ചികിത്സയുടെ പിതാവെന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. പെട്രോളിയം ആദ്യമായി ഡിസ്റ്റിൽ ചെയ്തെടുത്തതും മണ്ണെണ്ണയും മണ്ണെണ്ണ വിളക്കും നിർമ്മിച്ചതും സബ്ലിമേഷൻ പോലുള്ള രസതന്ത്ര പ്രയോഗം കണ്ടെത്തിയതും മുഹമ്മദ് ബിൻ സക്കരിയ റാസി തന്നെയാണ്. ഇസ്ലാം ശുചിത്വത്തിന് വളരെയേറെ പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട്. പ്രവാചക അധ്യാപനങ്ങളിലും ഇസ്ലാമിക അനുഷ്ഠാനങ്ങളിലും ശുചിത്വത്തിന് നൽകിയ പ്രാധാന്യമാണ് നമ്മുടെ നിത്യജീവിതത്തിൽ ഒഴിച്ചുകൂടാനാകാത്ത സോപ്പിനെ നമുക്ക് സമ്മാനിച്ചത്. ഇസ്ലാമിക ലോകത്താണ് സോപ്പ് ജന്മം കൊണ്ടത്. ആൽക്കലി എന്ന വാക്ക് തന്നെ അൽക്കാലി അഥവാ സോപ്പ് ചാരം എന്നർത്ഥം വരുന്ന അറബി വാക്കിൽ നിന്ന് ഉത്ഭവിച്ചതാണ്. ജാബിർ ബിൻ ഹയ്യാന്റെയും അൽ റാസിയുടെയും ഗ്രന്ഥങ്ങളിൽ സോപ്പ് നിർമ്മാണത്തിന്റെ വിദ്യ വിവരിക്കുന്നുണ്ട്. 10ാം നൂറ്റാണ്ടിൽ ജീവിച്ച അൽ ബത്താനിയുടെ പഠനങ്ങളിൽ ഒബ്സർവേഷൻ ട്യൂബുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ കാണാം. ലെൻസുകൾ ഉപയോഗിച്ചിരുന്നില്ലെങ്കിലും ഈ ട്യൂബുകൾ വഴി പ്രകാശത്തെ ഒഴിവാക്കിക്കൊണ്ട് ആകാശത്തിന്റെ നിശ്ചിത ഭാഗം കേന്ദ്രീകരിക്കാൻ അദ്ദേഹത്തെ സഹായിച്ചു. ഈ ട്യൂബുകളായിരിക്കാം പിന്നീട് ടെലിസ്കോപ്പുകളുടെ കണ്ടുപിടുത്തത്തിൽ സഹായകമായത്. 10ാം നൂറ്റാണ്ടിൽ ജീവിച്ച മറിയം അൽ ആസ്ട്രുലാബി ജ്യോതിശാസ്ത്രത്തിന് നിരവധി സംഭാവനകളർപ്പിച്ച മുസ്ലിം ശാസ്ത്രജ്ഞയാണ്. ഫൗണ്ടൻ പേനകളുടെ ചരിത്രമന്വേഷിച്ചിറങ്ങിയാൽ നാം എത്തിപ്പെടുന്നത് 953കളിലെ ഈജിപ്തിലേക്കാണ്. ഖലീഫയായ മാഅദ് അൽ മുയിസ് അദ്ദേഹത്തിന്റെ കൈകളിലും വസ്ത്രങ്ങളിലും മഷി പുരളാത്ത തരത്തിലുള്ള ഒരു പേനയ്ക്ക് ആവശ്യപ്പെട്ടപ്പോഴായിരുന്നു ഗുരുത്വാകർഷണവും കാപ്പിലറി ആക്ഷനും ഉപയോഗിച്ച് നിബിലേക്ക് മഷിയെത്തുന്ന ഫൗണ്ടെയിൻ പേന നിർമ്മിക്കപ്പെട്ടത്. 964ൽ അബ്ദുറഹ്മാനു സുഫി തന്റെ ബുക്ക് ഓഫ് ഫിക്സ്ഡ് സ്റ്റാർസ് രചിച്ചു. പ്രസ്തുത ഗ്രന്ഥം നക്ഷത്രങ്ങളുടെ സ്ഥാനങ്ങൾ, ഏകദേശ വലിപ്പം, നിറം തുടങ്ങിയവയെ പ്രതിപാദിക്കുന്നതാണ്. മെഗല്ലനിക് ക്ലൗഡ് എന്ന കുള്ളൻ ഗാലക്സികൾ യമനിൽ വെച്ച് കാണാമെന്നും അതേസമയം ഇസ്ഫഹാനിൽ അവ ദൃശ്യമാകുന്നില്ലെന്നും അദ്ദേഹം കണ്ടെത്തി. എന്നാൽ ഇക്കാര്യം മെഗല്ലന്റെ യാത്രകൾക്കിടയിൽ 16ാം നൂറ്റാണ്ടിൽ മാത്രമാണ് യൂറോപ്യന്മാർ തിരിച്ചറിയുന്നത്. ആൻഡ്രോമിഡ ഗാലക്സിയെ ആദ്യമായി നിരീക്ഷിച്ചതും അദ്ദേഹമാണ്. അബ്ദുറഹ്മാനു സുഫി അസോഫി എന്നാണ് പാശ്ചാത്യർക്കിടയിൽ അറിയപ്പെടുന്നത്. കുഞ്ഞൻ ഗ്രഹമായ 12621 അൽസൂഫി എന്നും ചന്ദ്രനിലെ ഒരു ഗർത്തം അസോഫി എന്നും നാമകരണം ചെയ്യപ്പെട്ടത് അദ്ദേഹത്തോടുള്ള ആദരസൂചകമായാണ്. അദ്ദേഹത്തിന്റെ നിരീക്ഷണങ്ങൾ പലപ്പോഴും ടോളമിയുടെ കണ്ടെത്തലുകളെ തിരുത്തുന്നതായി. ഓരോന്നിനും ഭൂമിയിൽ നിന്നും ഭൂമിക്ക് പുറത്തുനിന്നുമുള്ള 2 വീക്ഷണകോണുകളിലുള്ള ചിത്രങ്ങളും അദ്ദേഹം രേഖപ്പെടുത്തി. ഒഫ്താൽമോളജിയിലെ സുപ്രധാന ഗ്രന്ഥമായ ചോയ്സ് ഓഫ് ഐ ഡിസീസസ് രചിച്ചത് 11ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ അമ്മാറുബ്നു അലി ആയിരുന്നു. സക്ഷൻ ഉപയോഗിച്ച് തിമിര ശസ്ത്രക്രിയ ചെയ്യാൻ ഹൈപ്പോഡർമിക് സിറിഞ്ച് എന്ന മെഡിക്കൽ ഉപകരണവും അദ്ദേഹം വികസിപ്പിച്ചെടുത്തു. ഇതേ കാലത്താണ് ഇബ്നു ഖലഫ് അൽ മുറാദി കോംപ്ലക്സ് ഗിയറിംഗ്, എപ്പിസൈക്ലിക് ഗിയറിംഗ്, സെഗ്മെന്റൽ ഗിയറിംഗ്, മെക്കാനിക്കൽ ക്ലോക്ക് തുടങ്ങിയവ വികസിപ്പിച്ചതും മുസ്ലിം എഞ്ചിനീയർമാർ ഭാരകേന്ദ്രീകൃത മെക്കാനിക്കൽ ക്ലോക്ക് നിർമ്മിച്ചതും.
لهذا السر أدعو في يساري وعساري أنا عبد صار فخري ضمن فقري അബുൽ കാസിം അൽ സെഹ്റാവി 30 വാള്യങ്ങളുള്ള അൽ തസ്രീഫ് എന്ന മെഡിക്കൽ എൻസൈക്ലോപീഡിയ പ്രസിദ്ധീകരിച്ചതും 11-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ്. 16-ാം നൂറ്റാണ്ട് വരെ യൂറോപ്പിലെ അടക്കം യൂണിവേഴ്സിറ്റികളിൽ അൽ തസ്രീഫായിരുന്നു ശസ്ത്രക്രിയകളുടെ അടിസ്ഥാന ഗ്രന്ഥം. ഇന്നും ഉപയോഗത്തിലുള്ള പല ശസ്ത്രക്രിയാ ഉപകരണങ്ങളും പരിചയപ്പെടുത്തിയത് ഈ ഗ്രന്ഥമാണ്. ഓറൽ അനസ്തേഷ്യ, ഇൻഹലേഷണൽ അനസ്തെറ്റിക്, അനസ്തെറ്റിക് സ്പോഞ്ച് എന്നിവയും സെഹ്റാവിയുടെ സംഭാവനകളാണ്. നക്ഷത്ര ദൂരമാപിനി ഉപയോഗിച്ച് ആകാശത്തിനു പകരം ഭൂമി ചലിക്കുന്ന വിധം സൗരകേന്ദ്ര മോഡലിൽ സുറാഖി ആസ്ട്രോലാബ് 1010-ൽ അൽ സിജിസി നിർമ്മിച്ചു. മക്കയിലെ കാബയുടെ നേരെ തിരിഞ്ഞാണ് മുസ്ലിങ്ങൾ 5 നേരത്തെ നമസ്കാരം നിർവഹിക്കുന്നത്. ഇസ്ലാമിക വ്യാപനത്തോടെ ദൂരസ്ഥലങ്ങളിലുള്ള ആളുകൾക്ക് നമസ്കരിക്കാൻ മക്കയുടെ ദിശ കണ്ടെത്തേണ്ടത് വളരെ അത്യാവശ്യമായി വന്നു. ഭൂമിയുടെ വളവ് ഏതളവിലാണ് എന്ന് കണ്ടെത്താൻ അൽ ബിറൂണി ശ്രമിക്കുന്നത് അങ്ങനെയാണ്. അതിനാകട്ടെ ഭൂമിയുടെ റേഡിയസ് തിട്ടപ്പെടുത്തേണ്ടത് നിർബന്ധവുമാണ്. സ്ഫെറിക്കൽ ജിയോമെട്രി ഇസ്ലാമിക ലോകത്ത് വികസിപ്പിച്ചെടുത്തതും ഭൂമിയുടെ റേഡിയസ് 6339.6 കിലോമീറ്റർ എന്ന 16-ാം നൂറ്റാണ്ടിനിടയ്ക്ക് ലഭിച്ച ഏറ്റവും കൃത്യമായ അളവ് കണക്കുകൂട്ടിയെടുക്കുന്നതും ഈ ഒരു പ്രചോദനത്തിൽ നിന്നാണ്. ബിറൂണിയുടെ പഠനങ്ങൾ 1749-ൽ പോലും ചന്ദ്രന്റെ പ്രവേഗം കണ്ടെത്താൻ ഉപയോഗിച്ചിരുന്നു. മെക്കാനിക്സിൽ പരീക്ഷണങ്ങൾക്ക് തുടക്കം കുറിച്ചതും ഹൈഡ്രോസ്റ്റാറ്റിക്സിനെ ഡൈനാമിക്സുമായി ബന്ധിപ്പിച്ച് ഹൈഡ്രോ ഡൈനാമിക്സിന് രൂപം കൊടുത്തതും അൽ ബിറൂനിയാണ്. പ്രകാശത്തിന് നിശ്ചിത വേഗതയുണ്ടെന്നും അത് ശബ്ദത്തിന്റെ വേഗതയേക്കാൾ കൂടുതലാണെന്നും ആദ്യമായി പ്രസ്താവിച്ചതും അദ്ദേഹം തന്നെയാണ്. نور من البسمات لاح والنفس يسكنها ارتياح فاليوم نفرح. ക്യാമറയും ഫോട്ടോഗ്രാഫിയും ഇല്ലാത്ത ലോകത്തെപ്പറ്റി ചിന്തിക്കുവാൻ പോലും നമുക്ക് സാധിക്കില്ല. ഓപ്റ്റിക്സിന്റെ ഉപജ്ഞാതാവായ 11-ാം നൂറ്റാണ്ടിലെ അറബ് ശാസ്ത്രജ്ഞൻ ഇബ്നുൽ ഹൈഥമാണ് ക്യാമറയുടെയും ഫോട്ടോഗ്രാഫിയുടെയും ലോകം നമുക്ക് മുമ്പിൽ തുറന്നിട്ടത്. എക്സ്പെരിമെന്റൽ ഫിസിക്സിന് അടിത്തറ പാകിയതും അദ്ദേഹം തന്നെ. പ്രകാശം നേർരേഖയിലൂടെയാണ് സഞ്ചരിക്കുന്നതെന്നും ലെൻസ്, മിറർ, റിഫ്രാക്ഷൻ, റിഫ്ലക്ഷൻ തുടങ്ങിയവയെക്കുറിച്ചുള്ള പരീക്ഷണ നിരീക്ഷണങ്ങളും അദ്ദേഹം തന്റെ ബുക്ക് ഓഫ് ഓപ്റ്റിക്സിൽ പ്രതിപാദിക്കുന്നു. പ്രകാശവികിരണത്തെപ്പറ്റിയും നിഴലിനെപ്പറ്റിയും മഴവില്ല്, ഗ്രഹണം തുടങ്ങിയവയെപ്പറ്റിയും അദ്ദേഹം ഗവേഷണം നടത്തി. അന്തരീക്ഷത്തിൽ സൂര്യകിരണങ്ങൾ ഡിഫ്രാക്ട് ചെയ്യുന്നതിനെപ്പറ്റിയുള്ള അദ്ദേഹത്തിന്റെ പഠനങ്ങൾ അന്തരീക്ഷ വായുമണ്ഡലത്തിന്റെ ഉയരം കണക്കുകൂട്ടിയെടുക്കാൻ സഹായിച്ചു. ഒരു കാര്യം ഇവിടെ പ്രസ്താവ്യമാണ്. പ്രത്യേകിച്ചും ഓപ്റ്റിക്സ് രംഗത്ത് ന്യൂട്ടൺ അദ്ദേഹത്തിൻ്റെ 700 വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ഒരു അതുല്യ പ്രതിഭയുടെ നിഴലിലായിരുന്നു വളർന്നത്. ആ അതുല്യ പ്രതിഭയായിരുന്നു പ്ലാറ്റോ, യൂക്ലിഡ്, ടോളമി തുടങ്ങിയ മഹാബുദ്ധിജീവികൾ വിശ്വസിച്ചിരുന്ന എമിഷൻ തിയറി തെറ്റാണെന്ന് തെളിയിച്ചത്. നമ്മുടെ കണ്ണുകളിൽ നിന്ന് പ്രവഹിക്കുന്ന പ്രകാശമാണ് വസ്തുവിൽ തട്ടി കാണാൻ സഹായിക്കുന്നത് എന്ന എമിഷൻ തിയറി തിരുത്തിയെഴുതിയ അദ്ദേഹം പ്രകാശം നമ്മുടെ കണ്ണിനകത്തേക്ക് പ്രവേശിക്കുകയാണെന്ന കാര്യം തെളിയിച്ചു. ഗണിതശാസ്ത്രം ഉപയോഗിച്ച് പ്രക്രിയകളെ സാധൂകരിക്കാനും അദ്ദേഹം ധൈര്യം കാണിച്ചു. അതിനാൽ തന്നെ അദ്ദേഹത്തെ നമുക്ക് ആദ്യത്തെ തിയററ്റിക്കൽ ഫിസിസിസ്റ്റ് എന്നും വിശേഷിപ്പിക്കാം. ലോസ് ഓഫ് റിഫ്രാക്ഷൻ ആവിഷ്കരിച്ചതും അദ്ദേഹമാണ്. The father of optics, then we must also celebrate the grandfathers of optics. 1025-ൽ ഇബ്നു സീന 14 വാള്യങ്ങളുള്ള ദ കാനൺ ഓഫ് മെഡിസിൻ എന്ന എൻസൈക്ലോപീഡിയ പ്രസിദ്ധീകരിച്ചു. 17-ാം നൂറ്റാണ്ടുവരെ യൂറോപ്യൻ യൂണിവേഴ്സിറ്റികളിൽ അവലംബ ഗ്രന്ഥമായി ഇത് തുടർന്നു. പകർച്ചവ്യാധികൾ, എക്സ്പെരിമെന്റൽ മെഡിസിൻ, ക്ലിനിക്കൽ ട്രയൽ, ക്ലിനിക്കൽ ഫാർമക്കോളജി തുടങ്ങിയ വിശാലമായ ശാഖകൾ ഈ ഗ്രന്ഥം ചർച്ച ചെയ്യുന്നു. ന്യൂറോസൈക്കാട്രി, രോഗലക്ഷണങ്ങൾ, പുരാതന ക്യാൻസർ തെറാപ്പി തുടങ്ങിയവയും ഇതിൽ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. 12-ാം നൂറ്റാണ്ടിൽ മുഹമ്മദ് അൽ ഇദ്രീസി
സമഗ്രമായ ലോകഭൂപടം തയ്യാറാക്കി. അദ്ദേഹത്തിന്റെ ടാബുല റോജറിയാന എന്ന മാപ്പാണ് നൂറ്റാണ്ടുകളോളം യൂറോപ്യന്മാർക്ക് വഴികാട്ടിയായത്. മെക്കാനിക്കൽ ക്ലോക്ക്, എലിഫന്റ് ക്ലോക്ക്, കാം ഷാഫ്റ്റ്, സക്ഷൻ പൈപ്പ്, റെസിപ്രോക്കേറ്റിംഗ് പിസ്റ്റൺ, കാസൽ ക്ലോക്ക്, ഓട്ടോമാറ്റിക് ഗേറ്റ്, പേപ്പർ മോഡലുകൾ, സാൻഡ് കാസ്റ്റിംഗ്, ക്രാങ്ക് ഡ്രിവൻ ചെയിൻ പമ്പ്, വാട്ടർ പവേർഡ് സാക്കിയ ചെയിൻ പമ്പ്, വാട്ടർ പവേർഡ് ആസ്ട്രോണമിക്കൽ ക്ലോക്സ് തുടങ്ങിയ 50ഓളം കണ്ടുപിടുത്തങ്ങളടങ്ങുന്ന ദ ബുക്ക് ഓഫ് നോളജ് ഓഫ് ഇൻജീനിയസ് മെക്കാനിക്കൽ ഡിവൈസസ്, റോബോട്ടിക്സിന്റെ പിതാവെന്നറിയപ്പെടുന്ന അൽ ജസരി 1206 പ്രസിദ്ധീകരിച്ചു. ക്രാങ്ക് വീലുകൾ, കണക്റ്റിംഗ് റോഡ്, പിസ്റ്റൺ എന്നിവ യോജിപ്പിച്ച് എഞ്ചിനുകൾ, പമ്പുകൾ തുടങ്ങി അനേകം ഉപകരണങ്ങൾക്ക് അത്യാവശ്യമായ റൊട്ടേഷൻ മോഷനെ ലീനിയർ മോഷനാക്കാനുള്ള വിദ്യ, ഓട്ടോമാറ്റിക് ഹാൻഡ് വാഷ് തുടങ്ങി ഒട്ടനേകം ഉപകരണങ്ങളും അദ്ദേഹം ആവിഷ്കരിച്ചു. രക്തചംക്രമണം ആദ്യമായി വിവരിച്ചത് ഇബ്ന അൽ നാഫിസ് ആയിരുന്നു. നാഡീരക്തം ഹൃദയത്തിന്റെ അറയിലൂടെ ശ്വാസകോശത്തിലേക്ക് കടന്നുപോകുന്നതിനെക്കുറിച്ചും ഓക്സിജനേഷൻ നടന്ന് രക്തധമനികളിലൂടെ പുറപ്പെടുന്നതിനെക്കുറിച്ചും അദ്ദേഹം പ്രതിപാദിച്ചു. അദ്ദേഹത്തിന്റെ 80 വോളിയം അടങ്ങുന്ന കംപ്ലീറ്റ് ബുക്ക് ഓഫ് മെഡിസിൻ എന്ന ഗ്രന്ഥത്തിനു പുറമെ ഇബ്നു സീനയുടെ കാനൻ ഓഫ് മെഡിസിന് വ്യാഖ്യാനമെഴുതുകയും ചെയ്തിട്ടുണ്ട്. റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അടങ്ങുന്ന ആദ്യത്തെ നിരീക്ഷണാലയമായ മറാഘ നിരീക്ഷണാലയം നാസിറുദ്ദീൻ തൂസി 1259 സ്ഥാപിച്ചു. 1260 മംഗോളിയക്കാരെ ഐൻ ജാലൂത്ത് യുദ്ധത്തിൽ നേരിടാൻ ഈജിപ്ഷ്യന്മാരാണ് വിസ്ഫോടനശേഷിയുള്ള വെടിമരുന്നോടുകൂടിയ മിദുഫ കൈപ്പീരങ്കികളും കൈത്തോക്കുകളും ആദ്യമായി ഉപയോഗിച്ചത്. പ്രസ്തുത പീരങ്കികളിൽ ഉപയോഗിച്ചിരുന്ന വെടിമരുന്ന് ഇന്നത്തെ വെടിമരുന്നിന്റേതിന് സമാനമായ മിശ്രിതമായിരുന്നു. ഗ്രനേഡുകൾ, സൾഫർ ബോംബുകൾ, പീരങ്കികൾ, ടോർപിഡോകൾ എന്നിവയാൽ 13ാം നൂറ്റാണ്ടിലെ യുദ്ധരംഗം ഏറെ സങ്കീർണമായിരുന്നു. സിറിയൻ പണ്ഡിതനായ ഹസനു റഹ്മയുടെ അശ്വവിദ്യയും യുദ്ധോപകരണങ്ങളും ദ ബുക്ക് ഓഫ് ഹോസ്മാൻഷിപ്പ് ആൻഡ് ഇൻജീനിയസ് വാർ ഡിവൈസസ് എന്ന 1270 വിരചിതമായ ഗ്രന്ഥം ഈ രംഗത്ത് ഏറെ പ്രസിദ്ധമാണ്. ഈ ഗ്രന്ഥത്തിലാണ് വാഷിംഗ്ടൺ നാഷണൽ എയർ ആൻഡ് സ്പേസ് മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിട്ടുള്ള ആദ്യത്തെ റോക്കറ്റിനെ പറ്റിയുള്ള രേഖാചിത്രങ്ങളുള്ളത്. 1300കളിൽ അൽ ആൻഡലൂസിൽ നാശം വിതച്ചുകൊണ്ട് പ്ലേഗ് പടർന്നു പിടിച്ചപ്പോഴാണ് മനുഷ്യശരീരത്തിൽ കയറിപ്പറ്റുന്ന രോഗാണുക്കളെ കൊണ്ടാണ് രോഗമുണ്ടാകുന്നതെന്ന തത്വം ഇബ്നു ഖതീമ മുന്നോട്ടുവച്ചത്. ജ്യോതിശാസ്ത്രം ഗ്രീക്കുകാരുടെ പതനത്തോടൊപ്പം മണ്ണിടിഞ്ഞു എന്നും 15ാം നൂറ്റാണ്ടിൽ സൗരകേന്ദ്ര സിദ്ധാന്തവുമായി രംഗത്തുവന്ന പോളിഷ് ശാസ്ത്രജ്ഞനായ കോപ്പർനിക്കസിലൂടെയാണ് ജ്യോതിശാസ്ത്രം പുനർജനിച്ചതെന്നുമാണ് ഇന്നും പലരും വിശ്വസിക്കുന്നത്. എന്നാൽ ഇദ്ദേഹത്തിന്റെ പ്ലാനറ്ററി തിയറികൾ 1 നൂറ്റാണ്ടു മുമ്പേ ഇബ്നു ശാത്തിർ വിഭാവന ചെയ്ത സിദ്ധാന്തവുമായി ഗണിതശാസ്ത്രപരമായി അഭിന്നമായി നിൽക്കുന്നു എന്നത് വെറും യാദൃശ്ചികതയല്ല. കോപ്പർനിക്കസ് അൽ-ബത്താനിയുടെ പ്ലാനറ്ററി ടേബിളുകളും നക്ഷത്ര സൂചികകളുമടങ്ങിയ ജ്യോതിശാസ്ത്ര പ്രബന്ധങ്ങളെ ഏറെ ആശ്രയിച്ചിരുന്നു എന്നത് അനിഷേധ്യമാണ്. ഇസ്ലാമിക പണ്ഡിതരുടെ ശാസ്ത്രീയ കണ്ടെത്തലുകളിൽ പലതും രേഖാചിത്രങ്ങളും പിന്നീട് നിക്കോളാസ് കോപ്പർനിക്കസ് പോലുള്ള യൂറോപ്യൻ ശാസ്ത്രജ്ഞർ പകർത്തിയെഴുതിയിട്ടുണ്ട്. അൽ തൂസിയുടെ തൂസി കപ്പിൾ തുടങ്ങി ചില രേഖാചിത്രങ്ങൾ അക്ഷരക്രമം പോലും മാറ്റാതെയാണ് കോപ്പർനിക്കസ് പകർത്തിയത്. അലിഫ്, ബ, ജ, ത എന്ന അക്ഷരക്രമത്തിൽ അടയാളപ്പെടുത്തിയ തൂസിയുടെ ചിത്രങ്ങൾ എ, ബി, ജി, ഡി എന്ന് കോപ്പർനിക്കസ് പകർത്തിയത് ശ്രദ്ധിക്കുക. What one wonders about is if Islamic scientists had not played this role of nursemaid to science, how would we have gotten here? Because in the West, we had lost that with our dark ages. How would science have survived in the West
if it had not been for the Islamic scholars. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തോടെ ആരംഭിച്ച ഖുർആൻ തിരികൊളുത്തിയ ബൗദ്ധിക വിപ്ലവം ബഹുദൂരം സഞ്ചരിച്ചു കഴിഞ്ഞു. ലോകത്തെ ഏറ്റവുമധികം സ്വാധീനിച്ച 100 പേരിൽ പ്രഥമസ്ഥാനീയനായി നാസയിലെ ഗവേഷകനും പ്രമുഖ എഴുത്തുകാരനുമായ മൈക്കൽ എച്ച് ഹാർട്ട് തിരഞ്ഞെടുത്ത, അദ്ദേഹത്തേക്കാൾ മഹാനായി മറ്റാരെങ്കിലുമുണ്ടോ എന്ന് ഫ്രഞ്ച് ചരിത്രകാരനായ ലാമാർട്ടിൻ ചോദിച്ച മുഹമ്മദ് എന്ന പ്രവാചകൻ തൻ്റെ ഉജ്ജ്വലമായ ജീവിതചര്യയെ അടയാളപ്പെടുത്തി ഈ ലോകത്തോട് വിട ചൊല്ലിയിട്ട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിരിക്കുന്നു. അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത ദർശനവും മാനവതയ്ക്ക് വഴികാട്ടിയായി പ്രപഞ്ചനാഥൻ അദ്ദേഹത്തിലൂടെ അവതരിപ്പിച്ച വിശുദ്ധ ഖുർആനും ലോകത്തെ സ്വാധീനിച്ചതിൻ്റെ ഏതാനും ചില ഉദാഹരണങ്ങൾ മാത്രമാണ് നാം ഇതുവരെ വീക്ഷിച്ചത്. ഒന്നുമില്ലായ്മയിൽ നിന്ന് ഒരു ജനതയെ ലോകത്തിൻ്റെ നേതാക്കന്മാരാക്കുകയും അറിവുകേടിൻ്റെ അന്ധകാരത്തിൽ നിന്ന് വിജ്ഞാനത്തിൻ്റെ വെളിച്ചത്തിലേക്ക് നയിക്കുകയും പീഡനത്തിൽ നിന്നും അടിച്ചമർത്തലുകളിൽ നിന്നും സ്വാതന്ത്ര്യത്തിൻ്റെ ശുദ്ധവായു ശ്വസിപ്പിക്കുകയും ചെയ്യാൻ ഖുർആനിന് കഴിഞ്ഞത് അതിൻ്റെ അവതരണം സർവരെയും സൃഷ്ടിച്ച സ്രഷ്ടാവിൻ്റെ പക്കൽ നിന്നായതുകൊണ്ട് മാത്രമാണ്. ചരിത്ര വിവരണങ്ങളിലും ശാസ്ത്രീയ പരാമർശങ്ങളിലും ധാർമ്മിക ഉപദേശങ്ങളിലും പ്രവചനങ്ങളിലുമെല്ലാം ദൈവീകമെന്ന് ഖുർആൻ നമ്മെ ആവർത്തിച്ച് ബോധ്യപ്പെടുത്തുന്നുണ്ട്. വിഗ്രഹങ്ങളെ ആരാധിച്ചിരുന്ന, പെൺമക്കളെ ജീവനോടെ കുഴിച്ചു മൂടിയിരുന്ന, ജീവിതം കുടിച്ചു തീർത്തിരുന്ന, അന്യായങ്ങൾക്ക് വേണ്ടി പോരടിച്ചിരുന്ന ഒരു സമൂഹത്തിൻ്റെ പുനരുദ്ധാരണം ഖുർആൻ സാധ്യമാക്കിയത് ഏകദൈവ വിശ്വാസമെന്ന മഹത്തായ സന്ദേശം മുന്നോട്ട് വെച്ചായിരുന്നു. കാലചക്രത്തിൻ്റെ പ്രയാണത്തിനിടെ ഒരു നിമിഷത്തിൽ ജനിച്ചു വീണ് തോന്നിയതുപോലെ ജീവിച്ച് മറ്റൊരു നിമിഷം ക്ഷണിക്കാതെ വന്നെത്തുന്ന മരണത്തിന് കീഴടങ്ങി മണ്ണിലലിയാൻ വിധിക്കപ്പെട്ടവരല്ല മനുഷ്യരെന്നും മരണാനന്തരം ശാശ്വതമായൊരു ജീവിതമുണ്ടെന്നും അവിടെ ഈ ലോകത്ത് പ്രവർത്തിച്ച നന്മതിന്മകൾക്ക് രക്ഷാശിക്ഷകൾ ഒരുക്കിയിട്ടുണ്ടെന്നും ഖുർആൻ മാനവരാശിയെ ഉത്ബോധിപ്പിക്കുന്നു. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അക്രമങ്ങളും അനീതിയും അരങ്ങ് തകർക്കുന്ന ആധുനിക ലോകത്തും ഖുർആൻ മനുഷ്യവിമോചനത്തിനായി മുന്നോട്ട് വെക്കുന്നത് ഈ സന്ദേശം തന്നെ. ചരിത്രത്തിൽ പരിവർത്തനത്തിൻ്റെ പടപ്പാട്ടുപാടിയ, ആധുനിക ശാസ്ത്രത്തിന് സാംസ്കാരിക അടിത്തറ പാകിയ, വിവിധ സമൂഹങ്ങൾക്ക് സ്വാതന്ത്ര്യത്തിൻ്റെ സ്വച്ഛന്തവായു നൽകിയ ഈ ഗ്രന്ഥത്തെ അടുത്തറിയാൻ നമ്മിൽ എത്ര പേർ ശ്രമിച്ചിട്ടുണ്ട്? وَلَقَدْ يَسَّرْنَا الْقُرْآنَ لِلذِّكْرِ فَهَلْ مِن مُّدَّكِرٍ. ഇസ്ലാമിക ലോകത്തുനിന്ന് യൂറോപ്പിലെത്തിച്ചേർന്ന ശാസ്ത്രവിജ്ഞാനീയങ്ങൾ യൂറോപ്പിൻ്റെയും പാശ്ചാത്യരുടെയും സ്വന്തം എന്ന നിലയ്ക്കാണ് പിന്നീട് അവതരിപ്പിക്കപ്പെട്ടത്. ഒന്നോർത്താൽ അൽഗോരിതത്തിൻ്റെയും ആൽജിബ്രയുടെയും ആൽക്കമിയുടെയും ഇബ്നു സീനയുടെയും ഇബ്നു ഹൈസമിൻ്റെയും സഹ്റാവിയുടെയും അൽ ബൈറൂണിയുടെയും അഭാവത്തിൽ മാനവലോകം ഇന്നനുഭവിക്കുന്ന സോപ്പ് മുതൽ കമ്പ്യൂട്ടറുകളും റോബോട്ടുകളും റോക്കറ്റുകളും വരെ, പെട്രോളും ഡീസലും കാറും ബസ്സും സ്പേസ് യാത്രകളും വൈദ്യശാസ്ത്രരംഗത്തെ കുതിപ്പും സാമൂഹിക സാമ്പത്തിക ശാസ്ത്രരംഗത്തെ അവബോധം വരെ സാധ്യമാകുമായിരുന്നു. ഇനിയൊന്ന് വെറുതെ സങ്കൽപ്പിച്ചു നോക്കൂ. പ്രപഞ്ച സൃഷ്ടാവിൻ്റെ പക്കൽ നിന്നുള്ള സന്മാർഗദർശനവുമായി മുഹമ്മദ് എന്ന പ്രവാചകൻ ലോകത്ത് ജീവിച്ചിരുന്നില്ലെങ്കിൽ, ഖുർആൻ നമുക്ക് ലഭിച്ചിരുന്നില്ലെങ്കിൽ, ഖുർആനാം കടലിൻ്റെ ആഴത്തിൽ നീന്തുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ പോരൂ, കാണാത്ത കാഴ്ചകൾ കാണിച്ചു തന്നു ഞാൻ കൂടെ വരാം, കൂടെ പോരൂ. കാണാത്ത കാഴ്ചകൾ കാണിച്ചു തന്നു ഞാൻ കൂടെ വരാം, കൂടെ പോരൂ.